കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്തന്റെ പരിശുദ്ധ നാമಕ್ಕೆ സ്തുതി സ്തോത്രം ഉണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ಸೇರಿ ಬಂದ ನಿಮ್ಗೆ ಎಲ್ಲರಿಗೂ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಹೆಸರಲ್ಲಿ ಪ್ರೀತಿಯ ವಂದನೆಗಳು ಸಲ್ಲಿಸ್ತೀನಿ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ಪ್ರಾರ್ಥನೆಯಿಂದ ನಾವು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಆಗಿರೋಣ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. 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 ഇന്ന് ഒത്തിരി പേര് വരാതെയുണ്ട്. ಇವತ್ತು ತುಂಬ ಜನ ಬರದೆ ಉಂಟು. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവರನ್ನೆಲ್ಲ ನೆನೆಸಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ആമേൻ. നമുക്ക് നമ്മുടെ ജോലി ഭാരങ്ങൾ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുള്ളൊരു സമയമാണ് നമ്മൾ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ನಮ್ಮ ಕೆಲಸ ಭಾರಗಳು ಬೇರೆ ವಿಷಯಗಳೆಲ್ಲ ನೀಗಿಸಿಟ್ಟು ನಾವು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಪ್ರಾರ್ಥನೆಗಾಗಿ ಬರುವುದು. സ്തോത്രം. ആമേൻ. ആമേൻ. ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ? ആമേൻ. എല്ലാവരുടെയും നമ്മൾ ജോലിയുടെ സമയത്തല്ല ആരാധനയും കോട്ടയം മീറ്റിങ്ങുകളൊക്കെ ഉള്ളത്. നമ്മളിതൊക്കെ ഇല്ലാത്ത സമയങ്ങൾ നോക്കിയാണ് വെച്ചിരിക്കുന്നത്. വെച്ചാൽ നമുക്ക് മിച്ചം വന്നിരിക്കുന്ന സമയമാണ് നമ്മൾ ദൈവത്തിന് കൊടുത്തിരിക്കുന്നത്. ಆಮೇಲೆ ನಮ್ಮ ಕೆಲಸ ಎಲ್ಲ ಮುಗಿದ ನಂತರವಾಗಿದೆ. ನಮ್ಮ ಕೋಟೇಜ್ ಮೀಟಿಂಗ್ಗಳು ನಾವು ಪ್ರಾರ್ಥನೆ ಎಲ್ಲ ಇಟ್ಟಿರುವುದು. ആ സമയം കൂടി നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ, ಆ ಸಮಯ ಕೂಡ ನಮಗೆ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಬರಕ್ಕೆ ಆಗಲಿಲ್ಲ ಅಂದರೆ നമ്മുടെ ആത്മീയ അവസ്ഥ എന്തായി തീർന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. ಹಾಗಾದ್ರೆ ನಮ್ಮ ಆತ್ಮಿಕ ಅವಸ್ಥೆ ಏನಾಗಿದೆ ಎಂದು ನಾವು ಚಿಂತಿಸಬೇಕು. സ്തോത്രം. ಆಮೆನ್. ഈ ഞായറാഴ്ച എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. ಭಾನುವಾರ ಅಂತ ಚಿಂತೆ ಎಲ್ಲರಿಗೂ ಉಂಟು. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക്, ಸ್ವಲ್ಪ ಜನರ್ക്കുಂಟು. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. പിന്നെ ആമേൻ, ഫ്രൈഡേ ഉപവാസ പ്രാർത്ഥന, ಫ್ರೈಡೇ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ, കോട്ടയം മീറ്റിംഗ്. കോട്ടയം മീറ്റിങ്ങിന് ചിലരൊക്കെ വരും, ഒരു നാക്ക് നോക്കി വരും. സ്തോത്രം. പ്രാർത്ഥനയ്ക്കൊന്നും വരുന്നതല്ല, ചുമ്മാ വരുന്നൊരു കുറേ പേരുണ്ട്. ಕೋಟೇಜ್ ಮೀಟಿಂಗ್ಗೆ ಸ್ವಲ್ಪ ಜನವೆಲ್ಲ ಬರ್ತಾರೆ, ಪ್ರಾರ್ಥನೆಗಾಗಿ ಬರದೆ, ಪ್ರಾರ್ಥನೆಗೆಲ್ಲಾದಾಗೆ ಬರುವುದಿದ್ದಾರೆ. പ്രാർത്ഥനയ്ക്ക് വരുന്നവർ വെള്ളിയാഴ്ചയും വരുമല്ലോ. പ്രാർത്ഥനയ്ക്കാಗಿ ബരുവൊരു ഫ്രൈഡേ കൂടി ചർച്ചಲ್ಲಿ ಬರ್ತಾರಲ್ಲ. സ്തോത്രം. ആമേൻ. അപ്പം അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ആത്മീക അധംപതനം എന്ന് വേണേൽ പറയാം. ಹಾಗಾಗಿದೆ ಜನರದ ಭೀಷಣ ಎಂಬುದಾಗಿ ನಾವು ഇവിടെ ಹೇಳ್ಬೋದು. മാത്രമല്ല ഈ തണുപ്പ് വ്യാപരിക്കുന്നത്, ಇಲ್ಲಿ ಮಾತ್ರವಲ್ಲ ಈ ತಣ್ಣಗಿರದ ಅವಸ್ಥೆ ವ್ಯಾಪರಿಸ್ತಾ ಇರುವುದು. ലോകം മുഴുവൻ ഈ തണുപ്പ് വ്യാപരിക്കുക. ಲೋಕ ಪೂರ್ತಿಯಾಗಿ ತಣ್ಣಗಿರದ ಅವಸ್ಥೆಯನ್ನು ವ್ಯಾಪರಿಸ್ತಾ ಇದೆ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. കർത്താവ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ಕರ್ತನು ಹೀಗಾಗಿದೆ ಹೇಳಿದು, മനുഷ്യപുത്രൻ പ്രത്യക്ഷമാകുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ಆಮೇಲೆ ದೇವರ ಕುಮಾರನು ಪ್ರತ್ಯಕ್ಷನಾಗುವಾಗ ನಂಬಿಕೆಯನ್ನು ಕಂಡುಕೊಳ್ಳಕ್ಕಾಗುತ್ತದ? ആമേൻ. അന്ത്യകാലത്ത് സ്നേഹം തണുത്തു പോകും. ಕೊನೆ ಕಾಲದಲ್ಲಿ ಪ್ರೀತಿಯನ್ನು ತಣ್ಣಗಾಗುತ್ತದೆ. സ്തോത്രം. ಆಮೇಲೆ വിശ്വാസത്യാഗം സംഭവിക്കും. ವಿಶ್ವಾಸ ತ್ಯಾಗವನ್ನು ತ್ಯಜಿಸುವ ಅವಸ್ಥೆ ಉಂಟಾಗುತ್ತದೆ. ദൈവത്തിന് സ്തോത്രം. ಆಮೇಲೆ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ಈ ತರವಾದ ವಿಷಯಗಳೆಲ್ಲ ಲೋಕದಲ್ಲಿ ಸಂಭವಿಸ್ತಾ ಇದೆ. യുദ്ധങ്ങള്, യുദ്ധസ്തുതികള്, ಯುದ್ಧದ ಸುದ್ದಿಗಳು, ആമേൻ, ക്ഷാമം. നമുക്ക് ആമേൻ, നമുക്ക് പേടിയൊന്നും തുടങ്ങിയിട്ടില്ല, നമുക്ക് ഭയವೇನು ಶುರುವಾಗಲಿಲ್ಲ, എങ്കിലും പേടി തുടങ്ങും നമുക്ക്. ಆದ್ರೆ ನಮಗೆ അധികം താമസിക്കാതെ. ಲೇಟ್ ಆಗಾದ ನಮ್ಮಲ್ಲಿ ಭಯವನ್ನು ಉಂಟಾಗುತ್ತದೆ. ഇപ്പം ഗ്യാസിനൊക്കെ പ്രോബ്ലം ഉള്ളൂ. ಈಗ ಗ್ಯಾಸ್ക്കಷ್ಟೇ ತೊಂದರೆ ಆಗ್ತಾ ಇರುವುದು. എല്ലാം ഒന്നൊന്നായിട്ട് വരും. അങ്ങനെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. വരാതിരിക്കാൻ പറ്റിയല്ല. ಎಲ್ಲ ಒಂದೊಂದಾಗಿ ಶುರುವಾಗುತ್ತದೆ, ಅದು ಬರಾದೆ ಇರುವುದಿಲ್ಲ. അപ്പോൾ ಹಾಗೆ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ಕರ್ತನು ಹೀಗೆ ಹೇಳಿದರು, നിങ്ങൾ ആകാശം ചുമന്ന് കാണുമ്പോൾ, ನೀವು ಆಕಾಶವನ್ನು ಕೆಂಪು ಬಣ್ಣದಲ್ಲಿ ನೋಡುವಾಗ, സ്തോത്രം, മഴയുണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയാറുണ്ട്. ಮಳೆ ಬರುತ್ತದೆ ಇಲ್ಲ ಎಂಬುದಾಗಿ ಎಲ್ಲ ಹೇಳ್ತೀರಾ. അങ്ങനെയാണെങ്കിൽ ഈ കാലങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? ಹಾಗಿದ್ರೆ ಈ ಕಾಲಗಳನ್ನು ವಿವೇಚಿಸುವುದಕ್ಕೆ ನಿಮ್ಗೆ ಆಗ್ತಾ ಇಲ್ವಾ? ആൾക്കാർ എന്തുകൊണ്ടാണ് ആത്മീക വിഷയങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുന്നത്? ಜನರು ಯಾಕೆ ಆತ್ಮಿಕ ವಿಷಯದಲ್ಲಿ ದೂರ ನಿಲ್ಲುತ್ತಾ ಇರುವುದು? ഇത്രയും മതി, ಇಷ್ಟೇ ಸಾಕು എന്ന് പറയാൻ കാരണം, ಹಾಗೆ ಹೇಳುವುದಕ್ಕೆ ಕಾರಣವು, ഇത്രയും കൊണ്ട് നമുക്ക് വയറിനുള്ളത് കിട്ടും, അതുകൊണ്ടാണ്. വയറിനുള്ളത് കിട്ടും. ಇಷ್ಟು ಮಟ್ಟಿಗೆ ನಾವು ಮಾಡಿಕೊಂಡಿದ್ರೆ ನಮ್ಗೆ ಹೊಟ್ಟೆಕ್ಕಿರೋದೆಲ್ಲ ಸಿಕ್ಕುತ್ತದೆ. സ്തോത്രം. ಆಮೇಲೆ അതിനപ്പുറത്തോട്ട് നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നില്ല. ಅದಕ್ಕೆ ಹೆಚ್ಚಾಗಿ ನಮ್ಗೆ ನಿತ್ಯ ಜೀವನಕ್ಕೂ ಬೇಕಾಗಿರೋದು ನಾವು ಚಿಂತೆ ಮಾಡ್ತಾ ಇಲ್ಲ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ಕರ್ತನು ಹೀಗೆ ಹೇಳಿದನು, എന്റെ ക്രൂശ് എടുത്ത്, ನನ್ನ ಸಿಲುಬೆಯನ್ನು ತನ್ನ ಸಿಲುಬೆಯನ್ನು ಹೊತ್ತುಕೊಂಡು എന്നെ അനുഗമിക്കാത്ത ആർക്കും, ತನ್ನನ್ನು ಹಿಂಬಾಲಿಸದಿರುವುದಕ್ಕೆ ಯಾರಿಗೂ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ನನ್ನ ಶಿಷ್ಯನಾಗಿರುವುದಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പം ആമേൻ, നമ്മൾ ആരൊക്കെയാണ് ശിഷ്യന്മാർ നമുക്ക് അതുകൊണ്ട് മനസ്സിലാകാം.
ನಾವು ಯಾರ್ಯಾರು ಶಿಷ್ಯರಾಗಿದ್ದಾರೆ ಎಂಬುದಾಗಿ ನಮ್ಗೆ ಅದರಿಂದ ನಮ್ಗೆ ಚಿಂತೆ ಮಾಡಕ್ಕಾಗುತ್ತದೆ. ആമേൻ. നമ്മുടെ വിചാരം, ನಮ್ಮ ಚಿಂತೆಯು ആമേൻ, കർത്താവ് ക്രൂശ് എടുത്തോടുകൂടി ಕರ್ತನು ಸಿಲುಬೆಯನ್ನು ಹೊತ್ತಿಕೊಂಡದ ಮೂಲಕ നമ്മൾ പിന്നെ ഇനി ക്രൂശ് എടുക്കേണ്ട ആവശ്യമില്ല. ನಾವಿನ್ನು ಮುಂದೆ ಸಿಲುಬೆಯನ್ನು ಹೊತ್ತುಕೊಳ್ಳಬೇಕಾಗಿಲ್ಲ. അതോടെ ക്രൂശ് എല്ലാം തീർന്നുള്ള വിചാരമാണ് വിശ്വാസികൾക്ക്. ಆತನು ಹೊತ್ತಿದ ಮೂಲಕವಾಗಿ ಸಿಲುಬೆ ಎಲ್ಲ ಮುಗಿಯಿತು ಎಂಬುದಾಗಿ ಚಿಂತೆ ಮಾಡುವ ವಿಶ್ವಾಸಿಗಳು ಹಾಗಲ್ಲ. അവിടെയാണ് തുടക്കം. ಅಲ್ಲಿ ಆಗಿದೆ ಪ್ರಾರಂಭ. സ്തോത്രം. ಆಮೆನ್. അത് നിത്യതയോളം നമ്മൾ ആ വഴിയെ കടന്നു പോകേണ്ടിവരാണ്. ಅದು ನಿತ್ಯದ ತಲುಪುವವರೆಗೆ ನಾವು ಆ ದಾರಿಯಲ್ಲಿನೇ ಹೋಗಬೇಕಾಗುತ್ತದೆ. സ്തോത്രം. ಆಮೆನ್. വളരെ പ്രയാസപ്പെട്ടും ಬಹಳ ತೊಂದರೆ പോരാടിയും അധ്വാനിച്ചും ಅದಕ್ಕಾಗಿ ಪ್ರಯತ್ನಪಟ್ಟು വില കൊടുത്തും ಅದಕ್ಕಾಗಿ ಬೆಲೆ ಕೊಟ್ಟು ഒക്കെ ಹಾಗೆ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ജീവിക്കാൻ വെളിപ്പെട്ടവരാണ് നമ്മൾ. ನಂಬಿಕೆ ಜೀವನಕ್ಕೋಸ್ಕರವಾಗಿ ಕರೆಯಲ್ಪಟ್ಟವರಾಗಿದ್ದಾರೆ ನಾವು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. നമുക്ക് നമ്മുടെ കൺട്രോളിൽ ഒന്നുമില്ല. ഇപ്പോൾ ನಮ್ಮ ಕಂಟ್ರೋಲ್ ಅಲ್ಲಿ ಏನೂ ಇಲ್ಲ. ಹೀಗೆ നമുക്ക് തോന്നുന്നു നമ്മുടെ കൺട്രോളിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന്. ನಾವು ಚಿಂತೆ ಮಾಡ್ತೀವಿ ನಮ್ಮ ಕಂಟ್ರೋಲ್ ಅಲ್ಲಿ ಏನೇನೋ ವಿಷಯಗಳೆಲ್ಲ ಇರುತ್ತೆ ಎಂಬುದಾಗಿ. നമ്മുടെ ആരുടെയും കൺട്രോളിൽ ഒന്നുമില്ല. ಆದ್ರೆ ನಮ್ಮ ಯಾರ್ದು ಕಂಟ್ರೋಲ್ ಅಲ್ಲಿ ಯಾವ ವಿಷಯಗಳು ಇಲ್ಲ. ശുദ്ധമായ ദൈവകൃപയാൽ മാത്രമാണ് നമ്മളായിരിക്കുന്നത്. ಪರಿಪೂರ್ಣವಾದ ದೇವರ ಕೃಪೆಯಲ್ಲಿ ಮಾತ್ರವಾಗಿದೆ ನಾವು ಈಗ ಆಗಿರುವುದು. സ്തോത്രം. ಆಮೆನ್. അതുകൊണ്ട് നമ്മൾ ഓരോ ഞായറാഴ്ചകളിലും ಒಂದೊಂದು ಭಾನುವಾರವೂ നമുക്ക് എന്തോ ലഭിക്കും എന്നുള്ള വിചാരത്തിലല്ല, ನಮ್ಗೇನೋ ಸಿಕ್ಕುತ್ತೆ ಎಂದ ಚಿಂತೆಯಿಲ್ಲಲ್ಲ, എങ്ങനെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും, ಹೇಗೆ ಒಂದು ಬದಲಾವಣೆ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಉಂಟಾಗುತ್ತದೆ, അതായിരിക്കും നമ്മുടെ ചിന്ത. ಅದಾಗಿರ್ಬೇಕು ನಮ್ಮ ಚಿಂತೆ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനേക കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ, ಹಲವಾರು ವಿಷಯಗಳು ನಾವು ಚಿಂತೆ ಮಾಡಿದರೆ, ആമേൻ, ഒന്നും നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ನಮಗೆ ಯಾವುದು ನಮಗೆ ಅರ್ಥವಾಗದ ರೀತಿಯಲ್ಲಿ ಉಂಟು. എന്തിനെ കുറിച്ചെങ്കിലും നമുക്ക് കാൽക്കുലേഷൻ ഉണ്ടോ? ಯಾವುದೇ ವಿಷಯ ಕುರಿತಾಗಿಲ್ಲ ನಮ್ಗೊಂದು ಕ್ಯಾಲ್ಕುಲೇಷನ್ ಉಂಟಾ? നമ്മുടെ കാൽക്കുലേഷൻ എല്ലാം തെറ്റിക്കിടക്കുകയാണ്. ಆಮೇಲೆ ಹಾಲೆಲೂಯ, ನಮ್ಮ ಲೆಕ್ಕಾಚಾರವೆಲ್ಲ ತಪ್ಪಿ ಹೋಗಿದ ಅವಸ್ಥೆಗಳಾಗಿದೆ. കർത്താവിന്റെ കൃപയിൽ നമ്മൾ ധാരാളം ആശ്രയിക്കണം. ಆದ್ದರಿಂದ ನಾವು ಕರ್ತನ ಕೃಪೆಯಲ್ಲಿ ಹೇರಳವಾಗಿ ಆಶ್ರಯಿಸಬೇಕು. സ്തോത്രം. ಆಮೆನ್. ഞാൻ ചില വിഷയങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ദൈവത്തിന്റെ വചനത്തിലൂടെ. ನಾನು ಕೆಲ ವಿಷಯಗಳು ಹೀಗೆ ಚಿಂತೆ ಮಾಡ್ತಾ ಇತ್ತು ದೇವರ ವಾಕ್ಯದಲ್ಲಿ. ആമേൻ. ദൈവ ഇഷ്ടം ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. ದೇವರ ಇಷ್ಟವನ್ನು ಮಾಡೋದಕ್ಕಾಗಿ ಕರೆಯಲ್ಪಟ್ಟವರಾಗಿದ್ದಾರೆ ನಾವು. ദൈവ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. ದೇವರ ಇಷ್ಟವನ್ನು ಮಾಡುವುದಕ್ಕಾಗಿ ಕರೆಯಲ್ಪಟ್ಟವರಾಗಿದ್ದಾರೆ ದೇವರ ಮಕ್ಕಳು. യേശു ആദ്യം പിതാവിന്റെ ഇഷ്ടം ചെയ്തു. യേശു ಮೊದಲನೇದಾಗಿ ತಂದೆಯ ಇಷ್ಟವನ್ನು ಮಾಡಿದನು. സ്തോത്രം. നമ്മൾ ചിലപ്പം പറയുമായിരിക്കും, ನಾವು ಕೆಲ ಸರಿ ಹೇಳ್ಬೋದು, ദൈവ ഇഷ്ടം അറിഞ്ഞിരുന്നെങ്കിൽ ഈസി ആയിട്ട് ജീവിക്കാമായിരുന്നല്ലോ എന്ന് നമ്മൾ പറയും. ದೇವರ ಇಷ್ಟವೇನೆಂದು ತಿಳಿದುಕೊಳ್ಳಕ್ಕೆ ಆಗಿದ್ದರೆ ನಾವು ಅದೇ ಪ್ರಕಾರವಾಗಿ ಜೀವನ ಮಾಡಕ್ಕೆ ಆಗ್ತಾ ಇದ್ರು ಅಂತ ಚಿಂತೆ ಮಾಡುವರುಂಟು. ചില ദൈവേഷ്ടങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റും. ಕೆಲ ದೇವರ ಇಷ್ಟಗಳು ಏನು ಎಂದು ನಾವು ಇವತ್ತು ಚಿಂತೆ ಮಾಡಬಹುದು. എല്ലാമല്ല, എല്ലാ വിഷಯಗಳು ಅಲ್ಲ, ചില കാര്യങ്ങൾ. ಕೆಲ ವಿಷಯಗಳು. ആമേൻ. യെശയ്യാപ്രവചന പുസ്തകം 6-ാം അധ്യായം, ಯೆಶಾಯ ಪ್ರವಾದನ ಗ್ರಂಥ 6ನೇ ಅಧ್ಯಾಯ 8ഉം 9ഉം വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. 8 ಮತ್ತು 9 ವಾಕ್ಯವನ್ನು ಓದುತ್ತಾ ನಾವು ಪ್ರಾರಂಭ ಮಾಡಿಕೊಳ್ಳೋಣ. സ്തോത്രം. ಯೆಶಾಯ ಪ್ರವಾದನ ಗ್ರಂಥ 6ನೇ ಅಧ್ಯಾಯ 8, 9. അതിൻ്റെ ഞാൻ ഉദ്ദേശിച്ചൊരു വാക്യം അതിനകത്ത് കന്നഡത്തിൽ വായിച്ച് കാണുന്നില്ല. ആർ നമുക്ക് വേണ്ടി പോകും എന്നൊരു വചനമുണ്ട്. വായിച്ചോ? അതെങ്ങനെയാ വായിച്ചോ? നിങ്ങൾ വായിച്ചേ. 8ನೇ ವಾಕ್ಯ. ಇನ್ನೊಂದು ಸಾರಿ കൂടി ഓതി. അല്ല, ആ വേടില്ല. ആ വേടില്ല. ಯಾವನು ನಮಗೋಸ್ಕರ ಹೋಗುವನು. ನಮಗೋಸ್ಕರ ಅಂದಿರುವ വേടോ ആ ട്രാൻസ്ലേഷനകത്ത് കാണുത്തേ ഇല്ല ಅಲ್ವಾ ಬ್ರದರ್? ಇದೆಯಾ? ಎರಡನೇ ಬೇಡ. ಯಾವನು ನಮಗೋಸ್ಕರ ಹೋಗುವೆನು. ഓക്കെ, ആമേൻ. ഇനി ഒരു ഭാഷ കൂടെ വായിച്ചത്, ഇംഗ്ലീഷിൽ വായിച്ചേ, മലയാളത്തിൽ വായിച്ചേ, തമിഴ് വായിച്ചേ, വേഗം. മലയാളത്തിൽ ഒന്ന് വായിച്ചേ. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും?
ആ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഈ വചനത്തേക്കൊന്ന് ശ്രദ്ധിക്കാം. ಈ ವಾಕ್ಯವನ್ನು ಶ್ರದ್ಧೆ ഒരു വലിയ പ്രസംഗം പ്രസംഗിച്ചിട്ടൊക്കെ ഞാൻ ഒത്തിരി ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്. ನಾವು ತುಂಬಾ ಪ್ರಸಂಗ ಮಾಡಿದೀವಿ, സ്തോത്രം. അതിൻ്റെയൊക്കെ ഫലം വളരെ കുറവാണ്. ಆದ್ರೆ ಅದಕ್ಕೆಲ್ಲ ಫಲವು ജനത്തിന്റെ ಬಹಳ ಕಮ್ಮಿ ಆಗಿದೆ. ഉള്ളിലേക്ക് പല വചനങ്ങളും കടന്നു പോകുന്നില്ല. ಯಾಕೆಂದ್ರೆ ಜನರ ಒಳಗಡೆ ಹಲವಾರು ವಾಕ್ಯಗಳು ಹೋಗ್ತಾ കുറെ ಇದೆ. കാര്യങ്ങൾ പ്രാർത്ഥനയോടെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കടത്തി വിടണം, ഹൃദയത്തിനകത്തേക്ക്. ಕೆಲವು ವಿಷಯಗಳು ಪ್ರಾರ್ಥನೆಯಿಂದ ನಮ್ಮ ಹೃದಯ ಒಳಗಡೆಗೆ ನಾವು സമയമില്ലേലും അങ്ങ് നിദാനം പറയുന്നത്. ಹಾಲೆಲ್ಲ ಟೈಮ್ ಇಲ್ಲ ಅಂದ್ರೆ ಕೂಡ ಅದು പിന്നെ ನಿಧಾನವಾಗಿ അവസാനം ആകുമ്പോഴത്തേക്ക് ಹೇಳ್ತಾ ചിലപ്പം പ്രസംഗം തീർക്കാൻ വേണ്ടി അങ്ങ് സ്പീഡ് കൂട്ടും. അത് വേറെ കാര്യം. ಒಂದು ಟೈಮಲ್ಲಿ ಟೈಮ್ ಇಲ್ಲದ್ರ ಮೂಲಕವಾಗಿ ಕೊನೆ ಟೈಮಲ್ಲಿ ಬೇಗನೆ ಹೇಳಿ ಮುಗಿಸ್ತೀನಿ. ഇന്നലെ ഒരു വലിയ ഞങ്ങൾ മിനിങ്ങാന്ന് ഒരു വീട്ടിൽ ചെന്നപ്പം പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ 1.5 മണിക്കൂർ കൊണ്ട് മൊത്തം തീർക്കുമെന്ന് പറഞ്ഞു. അവർക്ക് സന്തോഷമാണ്, 1.5 മണിക്കൂർ കൊണ്ട് മൊത്തം തീർക്കും. ಮೊನ್ನೆ ನಾವೊಂದು ಮನೆಗೆ ಹೋಗಿದ್ರೆ ಅವರು ಹೇಳಿದ್ರು 1.5 ಗಂಟೆಯಿಂದ ನಮ್ದು ಪ್ರಾರ್ಥನೆ ಪೂರ್ತಿಯಾಗಿ ಮುಗಿಯುತ್ತೆ. 100 കണക്കിന് ജനങ്ങൾ വരുന്നുണ്ട്. ಅಲ್ಲಿ ತುಂಬಾ ದೂರದಿಂದ ಜನ ಬರ್ತಾರೆ. ആൾക്കാർക്ക് അത് മതി, ಜನರಿಗೆ ಅದೇ ಸಾಕು. സ്തോത്രം. ആമേൻ. ദൈവത്തിന് ഇഷ്ടപ്പെട്ടാലും ദൈവത്തെ ഇഷ്ടപ്പെട്ടില്ലും സമയത്തിന് കാര്യങ്ങൾ നടത്തണം. ಹಾಲೆಲೂಯ. ದೇವರಿಗೆ ಇಷ್ಟವಾದ್ರಲ್ಲಿ ಇಲ್ಲಾಂದ್ರಲ್ಲಿ ಸಮಯದ ಒಳಗಡೆ ಎಲ್ಲಾ ವಿಷಯಗಳನ್ನು ಮುಗಿಸಬೇಕು. സ്തോത്രം. ഞങ്ങളുടെ സാറ് ഒരു കഥ ഇങ്ങനെ പറയും. ನಮ್ಮ ಸಾರು ಒಂದು ಕಥೆಯನ್ನು ಹೀಗೆ ಹೇಳಿದನು. ഒരു മുതലാളി ഈ ജോലിക്കാരനോട് പറഞ്ഞു, ಒಂದು ಧನವಂತನು ಆತನ ಕೆಲಸದವರ ಹತ್ರ ಹೇಳಿದ್ರು, നാളെ അത്യാവശ്യം ജോലിയുണ്ട്, ನಾಳೆ ಬಹಳ ಅತ್ಯವಶ್ಯಕವಾಗಿ ಕೆಲಸಗಳುಂಟು, നീ വളരെ രാവിലെ വരണമെന്ന് പറഞ്ഞു. ನೀನ್ ಬಹಳ ಬೆಳಗಿನ ಜಾವನೇ ನೀನ್ ಬರಿಬೇಕು ಅಂತ ಹೇಳಿದ್ರು. സ്തോത്രം. പല പ്രാവശ്യം പറഞ്ഞു, നീ രാവിലെ വരണം, വളരെ അത്യാവശ്യമായ പണിയാന്ന് പറഞ്ഞു. ಹಲವಾರು ಸರಿ ಆತನ ಹತ್ರ ಹೇಳಿದ್ರು, ನೀನ್ ಸ್ವಲ್ಪ ಬೆಳಿಗ್ಗೆ ಜಾವನೇ ಬರಿಬೇಕು, ತುಂಬಾ ಅತ್ಯವಶ್ಯವಾದ ಕೆಲಸಗಳಿದೆ ಅಂತ. പുള്ളി ആടി തൂങ്ങി വന്നപ്പം എന്നും വരുന്ന പോലെ ലേറ്റായി വന്നു. ಆತನು ಯಾವಾಗಲೂ ಬರದಂತೆ ತುಂಬಾ ಲೇಟ್ ಆಗಿ ಆತನು ಬಂದಿದ್ದನು. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മുതലാളി വഴക്ക് പറഞ്ഞു. ಆಗ ಆತನ ಯಜಮಾನನು ಅವನನ್ನು ಬೈದನು. നീ എന്താടാ ഈ നേരത്തെ വരണമെന്ന് പറഞ്ഞിട്ട് ലേറ്റായി വന്നെന്ന് ചോദിച്ചു. ಆ ಯಜಮಾನನು ಆ ಕೆಲಸದವನ ಹತ್ರ ಕೇಳಿದ, ನಿನ್ನ ಯಾಕೆ ಬೇಗ ಬರಿಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ಲೇಟ್ ಆಗಿ ಬಂದಿದ್ದನ್ನು ಬೈದಿದ್ರು. ಅಪ್ಪ ಅವൻ പറഞ്ഞു, ಆಗ ಆ ಕೆಲಸದವನು ಹೇಳಿದನು, മുതലാളി ക്ഷമിക്കണം, ಅಲ್ಲಿ ಯಜಮಾನನು ಕ್ಷಮಿಸಬೇಕು, വന്നതോ ലേറ്റായിട്ടാ, ಬಂದಿದ್ದೋ ಲೇಟ್ ಆಗಿ, പോകുന്നത് നേരത്തെ പൊക്കളാന്ന് പറഞ്ഞു. ಹೋಗುವುದಾದ್ರೆ ನಾನು ಬೇಗನೆ ಹೋಗ್ತೀನಿ ಅಂತ ಹೇಳಿದರು. ಹೋಗುವುದು ಬೇಗದಲ್ಲಿ ಹೋಗ್ಬಿಡ್ತೀವಿ ಅಂತ, ನಾನು ಹೋಗುವಾಗ ಬೇಗನೆ ಹೋಗ್ಬಿಡ್ತೀನಿ. ഇതുപോലത്തെ ആൾക്കാരാണ് പ്രൈസിലോട് ദൈവസന്നിധാനത്തിൽ പലരും. സ്വത്രം. ഏറ്റവും ലേറ്റായി വരും, ഏറ്റവും ആദ്യം അവർക്ക് പോകണം. ಲೇಟ್ ಆಗಿ ಬರ್ತಾರೆ, ಆದ್ರೆ ಹೋಗುವುದು ಮಾತ್ರ ಬೇಗ ಹೋಗ್ಬಿಡ್ತಾರೆ. കൃത്യസമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോ വിടും. സ്വത്രം. കറക്റ്റ് സമയം നോಡಿಕೊಂಡು ಕೂತ್ಕೊಳ್ತಾರೆ, ಯಾವಾಗ ಇದು ಕೊನೆಕೊಳ್ಳುತ್ತೆ. ഒരു മിനിറ്റ് എങ്ങാനും നമ്മൾ കൊണ്ടെടുത്തു കഴിഞ്ഞാൽ അന്നേരം പിന്നെ വെപ്രാളം ആരംഭിക്കും. ಒಂದು ನಿಮಿಷ നമുക്ക് പ്രസംഗം നിർത്തണമെന്ന് തോന്നും. ಒಂದು ನಿಮಿಷ ಹೆಚ್ಚಾಗಿ ತಗೊಂಡ್ರೆ ಅವ್ರ ಮುಖ ಎಲ್ಲ ಚೇಂಜ್ ಆಗತ್ತೆ, ನಿಲ್ಲಿಸಬೇಕು ಅಂತ ಅನ್ಸುತ್ತೆ. സ്തോത്രം. ആമേൻ. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇവിടെ ഈ വചനം വളരെ പ്രധാനപ്പെട്ട വചനമാണ്. ഞാൻ കഥ പറയാൻ പാടില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് പറയേത്. ಈ ವಾಕ್ಯ ಬಹಳ ಮುಖ್ಯವಾದ ವಾಕ್ಯವಾಗಿದೆ. ಅದು ಮಧ್ಯದಲ್ಲಿ ಸ್ಟೋರಿ ಹೇಳಂಗಿರ್ಲಿಲ್ಲ, ಆದ್ರೆ ಹೇಳಿದೆ. യെശയ്യാ പ്രവാചകൻ, ಯೆಶಾಯ ಪ್ರವಾದಿಯು ആമേൻ, ദർശനം കണ്ടു. ಆತನೊಂದು ದರ್ಶನವನ್ನು ನೋಡಿದರು. സ്വർഗം തുറന്നിരിക്കുന്നതും ಪರಲೋಕವನ್ನು ತೆರೆದಿರುವುದು, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നതും, ಎತ್ತರವಾದ ಸಿಂಹಾಸನದಲ್ಲಿ ಕರ್ತನು ಕೂತಿದರು. ദൈവത്തിന്റെ തേജസ്, ಕರ್ತನ ಮಹಿಮೆಯು സ്വർഗം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതും, ಪರಲೋಕ ಪೂರ್ತಿಯಾಗಿ ತುಂಬಿ ಇರುವುದು, ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ, ಆತನ ವಸ್ತ್ರಗಳು, ആമേൻ, ആമേൻ, സ്വർഗത്തെ മൂടിയിരിക്കുന്നതും, ಅಲ್ಲ ಪರಲೋಕವನ್ನು ಮುಚ್ಚಲ್ಪಟ್ಟಿದ್ದು, സറാഫുകളും കെരൂബുകളും, ಸರಾಫಿಗಳು ಕೆರೂಬಿಗಳು ദൈവത്തെ ആരാധിക്കുന്നതും, ದೇವರನ್ನು ಆರಾಧನೆ ಮಾಡುವುದು, എല്ലാം കൂടി പ്രവാചകൻ കണ്ടപ്പോൾ ಎಲ್ಲ ಪ್ರವಾದಿ ನೋಡ್ಬೇಕಂದ್ರೆ ഒരു പുരോഹിത, ആമേൻ, എന്റെ മകനായിരുന്നു യെശയ്യാവ്. ಅಲ್ಲಿ ಒಂದು യാചകನ മകനാಗಿತ್ತು ಈ ಯೆಶಾಯ ಪ್ರವಾದಿ. യെശയ്യാവ്, ആമേൻ, അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് വന്നെങ്കിലും ಆತನು ಆತರವಾದ ಒಂದು ಕುಟುಂಬದಿಂದ ಬಂದರೆ ಕೂಡಿ കരയുവാനായിട്ട് ആരംഭിച്ചു. ಅಲ್ಲಿ ಆತನು ಅಳುವಕ್ಕೆ ಶುರು ಮಾಡಿದರು. അയ്യോ, ഞാൻ അരിഷ്ടനായ മനുഷ്യൻ, ಅಯ್ಯೋ ನಾನು ಅರಿಷ್ಟನಾದ ಮನುಷ್ಯನು, ആമേ, എന്റെ കണ്ണുകൾ സൈന്യങ്ങളുടെ ദൈവത്തെ കണ്ടല്ലോ, ನನ್ನ ಕಣ್ಣಿಂದ ಸೇನಾಧೀಶ್ವರನಾದ ಕರ್ತನನ್ನು ನೋಡಿದೆ ಅಲ್ಲ എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. ಹಾಗೆ ಹೇಳಿಕೊಂಡು ಆತನ ಅಳುವಕ್ಕೆ ಶುರು ಮಾಡಿದರು. കരയുമ്പോൾ, ಆತರವಾಗಿ ಯೆಶಾಯನು ಅಳುವಾಗ, സ്തോത്രം, ಆಮೆನ್, കരയുമ്പോൾ ಆತನ ಅಳುವಾಗ ദൈവം യെശയ്യാവിന്റെ ആമേൻ അതിരത്തിൽ ഒരു തീക്കനൽ കൊണ്ട് മുട്ടിച്ചു. ದೇವರು ಹಾಲೆಲೂಯ ಒಂದು ಬೆಂಕಿಯ ಗಟ್ಟೆ ತಗೊಂಬಂದು ಆತನ ಅದರವನ್ನು ಮುಟ್ಟಿದನು. എന്നിട്ട് ഈ ഭാഗത്തിലേക്ക് കടന്നു വരുന്നത്, ನಂತರವಾಗಿ ಈ ಭಾಗಕ್ಕೆ ಬರ್ತಾ ಇರುವುದು, ശുദ്ധീകരണം ഏറ്റെടുത്ത
യേശയ്യാവിനോട് ಆ ತರವಾದ ಶುದ್ಧೀಕರಣವನ್ನು ಹೊಂದಿಕೊಂಡಿದ್ದ ಯೆಶಾಯನ ಹತ್ರ ദൈവത്തിന്റെ ശബ്ദം ഇടപെടൽ ഉണ്ടാകുകയാണ്. ಹಾಲೆಲೂಯ. ದೇವರ ಶಬ್ದವನ್ನು ಆತನೊಟ್ಟಿಗೆ ദൈവത്തിന്റെ ആലോചന ഉണ്ടാകുകയാണ്. ದೇವರ ಆಲೋಚನೆ ಆತನ ഉണ്ടാಗ್ತಾ ಇದೆ. അനന്തരം ആരെ ഞാൻ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ನಂತರವಾಗಿ ನಾನು ಯಾರನ್ನು ಕಳಿಸಬೇಕು, ಯಾರು ನನಗೋಸ್ಕರವಾಗಿ ಹೋಗ್ತಾರೆ ಎಂಬುದಾಗಿರುವಂತ ಶಬ್ದವನ್ನು ಕೇಳಿಸ್ಕೊಂಡಿದ್ದೆ. ഇപ്പൊ യേശയ്യാവ് പറയാണ്, ಹಾಗೆ ಯೆಶಾಯನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് പറയാണ്. ಈಗ ನಾನು ನನ್ನನ್ನು ಕಳಿಸಬೇಕು ಎಂದು ಯೆಶಾಯನು ಹೇಳ್ತಾ ಇದ್ದಾರೆ. 6 അധ്യായം വരെയും ആമേൻ യെശയ്യാവ് പ്രവാചകനായിരുന്നു, അയച്ചിട്ട് പ്രവചിച്ച വ്യക്തിയാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ ആത്മീക ദൗത്യം യേശയ്യാവ് ഏറ്റെടുക്കുന്നത് കാണാൻ പറ്റും. ಈ 6ನೇ ಅಧ್ಯಾಯವರೆಗೂ ಆತನೊಂದು ಪ್ರವಾದಿಯಾಗಿತ್ತು, ದೇವರಿಂದ ಕಳಿಸಲ್ಪಟ್ಟಿದ್ದ ವ್ಯಕ್ತಿಯಾಗಿದ್ರು. ಆದರೆ ಈ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಆತನೊಂದು ದೌತ್ಯವನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತಾ ಇದ್ದಾರೆ. 6-ാം അധ്യായം മുതൽ യേശയ്യാവിന്റെ മെസ്സേജുകളിലൊക്കെയും ആമേൻ നിത്യത വെളിപ്പെടാൻ തുടങ്ങി. 6ನೇ ಅಧ್ಯಾಯದಿಂದ ಯೆಶಾಯ ಪ್ರವಾದನ ಆ ಪ್ರವಾದನ ನುಡಿಗಳೆಲ್ಲ ಅದು ನಿತ್ಯದವರೆಗೆ ತಲುಪುವುದಾಗಿತ್ತು. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. ദൈവത്തിന്റെ സഭ, ದೇವರ ಸಭೆಯು, ആമേൻ മഹോപദ്ര കാലങ്ങൾ, ಮಹೋದ್ರವ ಕಾಲಗಳು, ആമേൻ സഹസ്രാബ്ദ വാഴ്ച, ಸಹಸ್ರಾಬ್ದ ಆಳ್ವಿಕೆ, നിത്യത, ನಿತ್ಯತೆ, യേശുവിന്റെ ക്രൂശീകരണം, ಯೇಸು ಸ್ವಾಮಿಯ ಸಿಲುಬೆಯ ಮರಣ, പുനരുത്ഥാനം, ಅಲ್ಲಲ್ಲಿ ಪುನರುತ್ಥಾನ, യേശുവിന്റെ ആമേൻ ഹല്ലേലൂയ ശുശ്രൂഷകൾ, ಯೇಸು ಸ್ವಾಮಿಯ ಶುಶ್ರೂಷಗಳು, ഇതെല്ലാം തനിക്ക് ഈ വെളിപ്പാടിന് ശേഷം ദൈവം പ്രകടമാക്കി കൊടുത്തു, കാണിച്ചു കൊടുത്തു. ಇದೆಲ್ಲ ಆತನಿಗೆ ಹಾಲಲ್ಲಿ ಆ ದರ್ಶನವನ್ನು ಹೊಂದಿಕೊಂಡ ನಂತರವಾಗಿ ದೇವರು ಪ್ರಕಟಪಡಿಸಿಕೊಟ್ಟರು. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ദൈവത്തിന്റെ ഒരു എൻകൗണ്ടർ, ദൈവത്തിന്റെ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം അതുകൂടി ഉണ്ടാവും. ಆಮೇಲೆ ದೇವರದ ಒಂದು ದರ್ಶನ ಹಾಲಲ್ಲಿ ಒಂದು ಪ್ರಕಟಣೆ ನಮ್ಮಲ್ಲಿ ಉಂಟಾಗುವಾಗ ಅದುವರೆಗೆ ಇರದ ಅವಸ್ಥೆಗಳಿಗೆ ನಮ್ಮಲ್ಲಿ ಒಂದು ಬದಲಾವಣೆ ಉಂಟಾಗುತ್ತದೆ. അതെ, നമ്മുടെ ആഗ്രഹം അതായിരിക്കണം. ഒരു ദൈവത്തിന്റെ തൊടിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ನಮ್ಮ ಆಶಯ ಅದಾಗಿರಬೇಕು, ದೇವರು ನಮ್ಮನ್ನು ಮುಟ್ಟಬೇಕು ಎಂಬುದಾಗಿ. സ്തോത്രം. ಆಮೆನ್. അപ്പോൾ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടപ്പോൾ, ಒಂದು ದೊಡ್ಡ ದೌತ್ಯಕ್ಕೋಸ್ಕರವಾಗಿ ನಮ್ಮನ್ನ ಕರೆಯಲ್ಪಡುವಾಗ യേശയ്യാവ് അത് ഏറ്റെടുത്തു. ಯೆಶಾಯನು ಅದು ಹೊಂದಿಕೊಂಡಿದ್ದ. ആമേൻ. വളരെ താഴ്മയോടെയാണ് ദൈവത്തോട് പറയുന്നത്, ಬಹಳ ತಾಳ್ಮೆಯಿಂದ ಆತನು ದೇವರೊಟ್ಟಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, അടിയനെ അയക്കണമേ. ಆಲೆ ನನ್ನನ್ನು ಕಳಿಸಬೇಕು. സ്തോത്രം. ಆಮೆನ್. അടിയനെ അയക്കണമേ. ಆಲೆ ನನ್ನನ್ನು ಕಳಿಸಬೇಕು. ആ ഒരു പദം, ಆ ಒಂದು ಪದವು ആമേൻ, യേശയ്യാവിനെ കൊണ്ട് ആമേൻ മാത്രം ഉദ്ദേശിച്ചല്ല ദൈവം പറഞ്ഞത്. ಅಲ್ಲಿ ಯೆಶಾಯನೇ ಉದ್ದೇಶ ಇಟ್ಕೊಂಡು ಮಾತ್ರವಲ್ಲ ಅದು ಹೇಳಿದ್ದು, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉദ്ദേശിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു. ಆಮೇಲೆ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನೇ ಕೂಡಿ ಹಾಲೆಲೂಯ ಗುರುತಿಟ್ಕೊಂಡು ಮಾಡಿದೊಂದು ಪದವಾಗಿತ್ತು ಅದು. സ്തോത്രം. ಆಮೆನ್. യേശു കഴിഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു വിളിയാണ്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന വിളി. ಯೇಸು ಸ್ವಾಮಿ ಆಗಿದ್ದ ನಂತರವಾಗಿ ನಮ್ಮ ಒಬ್ಬರೊಬ್ಬರನ್ನೇ ಕುರಿತಾಗಿನ ಕರ್ತನು ಅಲ್ಲೆಲ್ಲ ಕೇಳುವ ಒಂದು ಕ್ವಶನ್ ಆಗಿದೆ, ಅದು ಯಾರು ನನಗೋಸ್ಕರ ಹೋಗ್ತಾರೆ, ಅದು ಯಾರನ್ನ ಕಳಿಸಲಿ ಅಂತ. ഞാൻ ഒത്തിരി സമയങ്ങളിൽ വചനത്തിന് മുമ്പിൽ ഇരുന്നു. ನಾನು ತುಂಬಾ ಸಮಯ ವಾಕ್ಯ ಮುಂದೆ പക്ഷെ ശരിക്കായിട്ട് എനിക്ക് തോന്നുന്നു എനിക്കൊരു പ്രസംഗമൊന്നും കിട്ടിയിട്ടില്ല. ನನಗೆ ಸರಿಯಾಗಿ ಅದು ಪ್ರಸಂಗ ಮಾಡೋದಕ್ಕೆ അതുകൊണ്ട് എന്താണ് ഇന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ആലോചനയാണ്. വചനത്തിന്റെ പറയത്തുള്ളൂ, അത് ദൈവാലോചനയാണ്. ಆಮೇಲೆ ಹಾಲಲ್ಲಿ ಆದ್ರಿಂದ ಏನ್ ಹೇಳಿದ್ರಲ್ಲ ಅದು ದೇವರದ ಆಲೋಚನೆ ಆಗಿದೆ. ದೇವರ ചില വചനങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ചുമ്മാ കോറിയിട്ട് ഒന്ന് ക്രമീകരിക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു. ಆಮೇಲೆ ಕೆಲ ವಾಕ್ಯಗಳು ತಗೊಂಡು ನಾನು ಅದು ಕ್ರಮೀಕರಣ ಮಾಡಕ್ಕೆ ನೋಡಿದ್ರೆ ಕೂಡ ನನ್ನ കയ്യിൽ രാത്രികാലം ಸಾಧ್ಯವಾಗಿಲ್ಲ. കുറേ നേരം ഇരുന്നു. രാത്രി 2 മണിക്ക് കേട്ടിട്ട് നേരം വെളുക്കാതെ ആവുന്നോട് വരെ അതൊക്കെ ഇരുന്നിട്ട് എനിക്ക് ഇതൊന്ന് മെസ്സേജ് ആക്കി എടുക്കാൻ പറ്റിയില്ല. ಆಮೇಲೆ ಬೆಳಿಗ್ಗೆ 2 ಗಂಟೆಗೆ ಎತ್ತಿ ಬಿಟ್ಟು ಬೆಳಿಗ್ಗೆ ಜಾವ ತನಕ ನಾನು ಕೂತಿದ್ರೆ ಕೂಡ ಅದೊಂದು ಮೆಸೇಜ್ ಆಗಿ ಪ್ರಿಪೇರ್ ಮಾಡಕ್ಕೆ ನನ್ನ ಕೈಯಲ್ಲಿ ಆಗಲಿಲ್ಲ. പക്ഷേ ആമേൻ, ഒരു ദൈവ വിളിയുടെ ശബ്ദം നിങ്ങൾ ഇന്ന് പകൽക്കാലം കേൾക്കണം. ಆಮೇಲೆ ಆದ್ರೆ ಒಂದು ದೇವರ ಕರೆಯುವಿಕೆಯ ಶಬ್ದವನ್ನು ನೀವು ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ ಕೇಳಬೇಕು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗ്ഗമാണ് ചോദിക്കുന്നത്. ಆಮೇಲೆ ಪರಲೋಕವಾಗಿದೆ ಕೇಳ್ತಾ ಇರುವುದು. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ನಂತರವಾಗಿ ನಾನು ಯಾರನ್ನು ಕಳಿಸಬೇಕು, ആർ നമുക്ക് വേണ്ടി പോകും. ಯಾರು ನನಗೋಸ್ಕರ ಹೋಗುತ್ತಾರೆ. നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ನಾವು ದೇವರ ವಾಕ್ಯ ಕಲಿಬೇಕಂದ್ರೆ ഈ അനേക സ്ഥലത്ത് ദൈവം ഈ ഒരു പ്ലൂറലായിട്ട് തന്നെ കുറിച്ച് പറയുന്ന കാണാൻ പറ്റും. ಹಾಲಲ್ಲಿ ಹಲವಾರು ಜಾಗದಲ್ಲಿ ದೇವರು ತನ್ನನ್ನೇ ಕುರಿತಾಗಿ ಬಹಳ ವಿಶಿಷ್ಟವಾಗಿ ബഹുവചന രൂപത്തില് ಹಾಲಲ್ಲಿ
ബഹുവചന രൂപത്തിൽ. ಹಾಲೆಲೂಯ ಪ್ಲೂರಲ್ ರೂಪದಲ್ಲಿ ಹೇಳುವುದು ನಾವು ಕೇಳಬಹುದು ನೋಡಬಹುದು. ആമേൻ. യഹൂദന്മാർ ഈ പദം ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ಹಾಲೆಲೂಯ ಯಹೂದ ಜನರು ಈ ವಾಕ್ಯವನ್ನು ಬಿಗಡಿಸಿ ಹೇಳಬೇಕಂದ್ರೆ ദൈവം ദൂതന്മാരോട് ചോദിച്ചു എന്നാണ്, ആർ നമുക്ക് വേണ്ടി പോകും. ಅಲ್ಲಿ ದೇವರು ದೂತರುಗಳ ಹತ್ರ ಕೇಳಿದ್ದಾರೆ ಎಂದು, ಯಾರು ನಮಗೋಸ್ಕರವಾಗಿ ಹೋಗ್ತಾರೆ ಎಂದು. Whom will go for us? ആമേൻ. നമുക്കായിട്ട് ആർ പോകും? ನಮಗೋಸ್ಕರವಾಗಿ ಯಾರು ಹೋಗ್ತಾರೆ ಎಂದು. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ അപ്പോൾ അവർ പറയുന്നു ദൂതന്മാരോടാ ചോദിച്ചെന്ന്. ಆಮೇಲೆ ಕಲರು ಹೇಳ್ತಾರೆ ಅದು ದೂತರುಗಳ ಹತ್ರ ಕೇಳಿದ್ದಾರೆ ಎಂದು. കർത്താവ് ദൂതന്മാരോട് ചോദിച്ചിട്ടാണോ പുത്രനെ അയച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ಆಮೇಲೆ ದೇವರು ದೂತರುಗಳ ಹತ್ರ ಕೇಳಿಬಿಟ್ಟ ತನ್ನ ಕುಮಾರನನ್ನು ಕಳಿಸಿದೆ ಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ಆದ್ರೆ ದೇವರ ವಾಕ್ಯವನ್ನು ನಾವು ಕಲಿಬೇಕಂದ್ರೆ ദൈവത്തിന്റെ ക്യാരക്ടർ ഈ പദങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ಆಮೇಲೆ ದೇವರ ಸ್ವಭಾವವು ಈ ಪದಗಳಿಂದ ನಮಗೆ ಅರ್ಥವಾಗುತ್ತದೆ. ദൈവത്തിന് സ്തോത്രം. ಆಮೇಲೆ ആമേൻ. ദൈവം തന്റെ ദൈവ സദസ്സിൽ പിതാവും പുത്രനും അടങ്ങുന്ന പരിശുദ്ധാത്മാവും അടങ്ങുന്ന ആ ത്രിയേക ദൈവത്വത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ಆಮೇಲೆ ದೇವರು ತನ್ನ ತ್ರಿತ್ವದಲ್ಲಿ ಹಾಲೆಲೂಯ ತಂದೆ ಕುಮಾರ ಪವಿತ್ರಾತ್ಮನ ತ್ರಿತ್ವದಲ್ಲಿ ಆಗಿದೆ. ನಾವು ನಮಗೋಸ್ಕರವಾಗಿ ಯಾರನ್ನೇ ಕಳಿಸಬೇಕು ಅಂತ ಕ್ವಶ್ಚನ್ ಕೇಳ್ತಾರೆ. ಆಮೇಲೆ പുത്രൻ പറഞ്ഞു അടിയനെ അയക്കണം. ಹಾಲೆಲೂಯ ಕುಮಾರನು ಹೇಳಿದ್ರು ನನ್ನನ್ನು ಕಳುಹಿಸಿ. യേശയ്യാവ് വന്ന് പറഞ്ഞു എന്നെ അയക്കണം. ಯೆಶಾಯನು ಹೇಳಿದ್ರು ನನ್ನನ್ನು ಕಳುಹಿಸಿ. അതിനുശേഷം പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വന്നു. ನಂತರವಾಗಿ ಪವಿತ್ರಾತ್ಮನ ಲೋಕಕ್ಕೆ ಬಂದಿತು. ദൈവ അപ്പോസ്തലന്മാരെ അയച്ചു. ದೇವರು ಅಪೊಸ್ತಲനെ ಕಳುಹಿಸಿದರು. അതിനുശേഷം നമ്മോട് ചോദിക്കുകയാണ്, ആമേൻ, ആർ എനിക്ക് വേണ്ടി പോകും? ആർ ഞങ്ങൾക്ക് വേണ്ടി പോകും? ആരെ ഞാൻ അയക്കും? ಹಾಲೆಲೂಯ ನಂತರ ಕೇಳ್ತಾ ಇದ್ದಾರೆ, ಯಾರು ನನಗೋಸ್ಕರವಾಗಿ ಹೋಗುತ್ತಾರೆ, ನಾನು ಯಾರನ್ನೇ ಕಳುಹಿಸಬೇಕು ಎಂದು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണേ. ಪ್ರಾರ್ಥನೆಯಿಂದ ನೀವು ಗಮನಿಸಬೇಕು. ഹല്ലേലൂയ. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. 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 എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ಎಲ್ಲರೂ ಕೇಳ್ತಾ എല്ലാവരും ಇದ್ದಾರೆ. കേൾക്കുന്നുണ്ടല്ലോ. ಆಮೆನ್. സ്തോത്രത്തോടെ ശ്രദ്ധിക്കണം. ಸ್ತೋತ್ರದಿಂದ ನೀವು ಶ್ರದ್ಧೆಯಿಂದ നമ്മുടെ ഈ ಇರಬೇಕು. വർഷത്തെ നമ്മുടെ ഫോക്കസ് സുവിശേഷം, ഇവാഞ്ചലിസം എന്നുള്ളതാണ്. ಈ ವರ್ಷದ ನಮ್ಮ ಫೋಕಸ್ ಇವಾಂಜಲಿಸಂ ಎಂಬುದಾಗಿದೆ. അപ്പൊ അതിനോടുള്ള ബന്ധത്തിൽ കുറെ മെസ്സേജുകൾ ഞാൻ ഈ വർഷം പറയും. ಆಮೇಲೆ ಅದಕ್ಕೆ ಸಂಬಂಧವಾದ ಅನೇಕ ಮೆಸೇಜ್ಗಳು ಈ ವರ್ಷ ನಾನು ಹೇಳಿದ್ರು. സ്തോത്രം. ಆಮೇಲೆ പറയും. ಅಲ್ಲಿ ಹೇಳ್ತೀವಿ. ആമേൻ. അതിൽ ഒരു മെസ്സേജ് ആയിരിക്കും ഇത്. ಅದರಲ್ಲಿ ಒಂದು ಮೆಸೇಜ್ ಆಗಿದೆ ಇದು. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ഒരു അന്ത്യകാലത്തിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഒരു ജനറേഷനാണ് നമ്മൾ. ಆಮೇಲೆ ಒಂದು ಕೊನೆ ಕಾಲ ಶುಶ್ರೂಷೆಗೋಸ್ಕರವಾಗಿ ಕರೆಯಲ್ಪಟ್ಟಿದ ಒಂದು ಜನರೇಷನ್ ಆಗಿದೆ ನಾವು. കാലങ്ങൾ നമ്മുടെ മുമ്പിലില്ല. ಆಮೇಲೆ ಇನ್ನು ಬಹಳ ಕಾಲಗಳು ನಮ್ಮ ಮುಂದೆ ಇಲ್ಲ. അവസാന കൊയ്ത്തിന് വേണ്ടിയുള്ള സഭയുടെ ഒരുക്കത്തിന്റെ സമയമാണിത്. ಆಮೇಲೆ ಕೊನೆ ಕಾಲ ಕುಯ್ಯುವಿಕೆಗೋಸ್ಕರವಾಗಿ ಸಭೆಯು ಸಿದ್ಧಪಡಿಸುವ ಕಾಲಗಳಾಗಿದೆ ಇದು. സ്തോത്രം. ಆಮೇಲೆ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം, അമേരിക്ക ഇടപെട്ടിട്ടുള്ള യുദ്ധം കർത്താവിന്റെ വരവിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. ಆಮೇಲೆ ಹಾಲೆಲೂಯ ಇಸ್ರಾಯೇಲು ಮತ್ತೆ ಇರಾನ್ ಆಗಿರುವ ಯುದ್ಧ ಅದು ಅಮೆರಿಕ ಅದು ಮಧ್ಯದಲ್ಲಿ ಅಲ್ಲಿ ಬರ್ತಾ ಇರುವುದು ಕರ್ತನ ಬರವಣಿಗೆ ಬಹಳ ಹತ್ರವಾಗಿದೆ ಎಂದು ಸೂಚಿಸ್ತಾ ಇದ್ದಾರೆ. ആമേൻ. യഹൂദന്റെ ആലയം പണിയേണ്ട സ്ഥലമാണ് അലാസ്ക ദേവാലയം. ಅಲ್ಲಿ ಯಹೂದನ ಆಲಯವನ್ನು ಕಟ್ಟುವ ಜಾಗವಾಗಿದೆ ಅಲಾಸ್ಕಾ ಜಾಗ. ഈ റംസാൻ കാലത്ത് എനിക്ക് തോന്നുന്നു 14 ദിവസമായി അത് അടച്ചു വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഒരൊറ്റ ആമേൻ വ്യക്തിയെ ആരാധിക്കാനായിട്ട് വിടുന്നില്ല. ಅಲ್ಲಿ ರಂಜಾನ್ ಕಾಲದಲ್ಲಿ ಅದು ಮುಚ್ಚಿಟ್ಟಿದ್ದಾರೆ. ಒಂದು ವ್ಯಕ್ತಿನೇ ಕೂಡಿ ಆರಾಧನೆಗೋಸ್ಕರವಾಗಿ ಅಲ್ಲಿ ಅನುಮತಿ ಕೊಡ್ತಾ ಇಲ್ಲ. സ്തോത്രം. നമ്മൾ കാലങ്ങളെ വിവേചിച്ചില്ല എങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ಆಮೇಲೆ ನಾವು ಕಾಲಗಳನ್ನು ವಿವೇಚಿಸಲಿಲ್ಲ ಅಂದ್ರೆ ನಾವು ನಷ್ಟವಾಗಿ ಹೋಗೋದಕ್ಕೆ ಕಾರಣವುಂಟು. സ്തോത്രം. ಸ್ತೋತ್ರ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ലോകരാജ്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടും അലാസ്ക ആമേൻ യഹൂദൻ ആമേൻ ഇസ്രായേൽ തുറന്നു കൊടുക്കുന്നില്ല. ಆಮೇಲೆ ಲೋಕ ರಾಜ್ಯಗಳು ಪೂರ್ತಿಯಾಗಿ ಅಲ್ಲಿ ಹೇಳಿದರೆ ಕೂಡಿ ಅವರು ಚರ್ಚನ್ನು ಓಪನ್ ಮಾಡಿ ಕೊಡ್ತಾ ಇಲ್ಲ. ഞാൻ ആ വിഷയത്തേക്ക് പോകുന്നില്ല. ಆ ವಿಷಯಕ್ಕೆ ನಾನು ಹೋಗ್ತಾ ಇಲ್ಲ. ഞാൻ ആരെ അയക്കേണ്ടു? ನಾನು ಯಾರನ್ನೇ ಕಳಿಸಬೇಕು? ആർ നമുക്ക് വേണ്ടി പോകും? ಯಾರು ನನಗೋಸ್ಕರವಾಗಿ ಹೋಗ್ತೀವಿ? സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നമുക്ക് വേണ്ടി എന്നൊരു പദത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ಈ ನಮಗೋಸ್ಕರವಾಗಿ ಎಂದ ಪದ ಒಂದು ಹೇಳಿಬಿಟ್ಟು ನಾನು ಮುಂದೆ ഞാൻ പറഞ്ഞു, ಹೋಗ್ತೀನಿ. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉള്ള ഒരു സദസ്സാണ് ദൂതന്മാരോടെ ഉണ്ട്. ಹಾಲೆಲೂಯ. ತಂದೆ ಕುಮಾರನು ಪವಿತ್ರಾತ್ಮನು ಇಡದ ಒಂದು ಸದಸ್ಸಾಗಿದೆ. ಅದು ದೂತರುಗಳು ಅಲ್ಲಿ ಇದ್ದಾರೆ. ഈ ബൈബിളിന്റെ ആദ്യത്തെ വേർഡ് തുടങ്ങുന്നത് ಬೈಬಲಿನ ಮೊದಲನೇ ಪದವನ್ನು ಶುರುವಾಗುವುದು ഇൻ ദ ബിഗിനിങ്.
ഹല്ലേലൂയ. പ്രാരംഭದಲ್ಲಿ സ്തോത്രം. ആമേൻ. അത് ഒരിക്കൽ ഞാനൊരു പറഞ്ഞതാണ്, ഈ മെസ്സേജ് കുറേ കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞ മെസ്സേജാണ് ബിഗിനിങ് എന്നൊരു പദം. ഹല്ലേലൂയ. ತುಂಬಾ ವರ್ಷಗಳ ಹಿಂದೆ ನಾನಿದು ಹೇಳಿದ ವಿಷಯವಾಗಿದೆ. ಹಲ್ಲೆಲೂಯ. ಪ್ರಾರಂಭದಲ್ಲಿ. സ്തോത്രം. ಆಮೆನ್. ഈ ബിഗിനിങ് എന്ന പദം, ഹല്ലേലൂയ, ಈ ആരംഭವೆಂದಾಗಿರುವ ಪದವು ഹീബ്രു ഭാഷയിൽ ಹೀಬ್ರೂ ಪದದಲ್ಲಿ ബർഷിദ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. ಬರ್ಷಿದ ಎಂಬ ಪದವಾಗಿದೆ ಅಲ್ಲಿ ಕೊಟ್ಟಿದ್ದು. ബിഗിനിങ്. ഹല്ലേലൂയ. ആരംഭ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ബർഷിദ് എന്ന പദം നിങ്ങൾക്കറിയാലോ, ഈ ആമേൻ അറബി എഴുതുന്നവരെ തന്നെയാണ്. ഈ നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുമ്പോൾ വലത്തുനിന്ന് ഇടത്തോട്ടാണ് ഹീബ്രു ഭാഷ എഴുതുന്നത്. ಅಲ್ಲಿ ನಾವು ಬಲಗಡೆಯಿಂದ ಎಡಗಡೆಗೆ ಬರೆಯೋದ ರೀತಿಯಲ್ಲಿ ಅಲ್ಲ, ಅಲ್ಲಿ ಹೀಬ್ರೂ ಪದವನ್ನು ಎಡಗಡೆಯಿಂದ ಬಲಗಡೆಗೆ ಆಗಿದೆ ಬರೀತಾ ಇರುವುದು. ഇവിടെ തുടങ്ങി ഇങ്ങനെയാണ് എഴുതി വരുന്നത്. നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതി പോകുമ്പോൾ ಆಮೇಲೆ ಅರಬಿ ಬರೆಯೋ ರೀತಿಯಲ್ಲಿನೇ ಅಲ್ಲಿ ಎಡಗಡೆಯಿಂದ ಬಲಗಡೆಗೆ ಅವರು ಬರೀತಾ ಇರ್ತಾರೆ. അതിന്റെ ഈ ബർഷിദ് എന്ന പദത്തിന്റെ ആദ്യത്തെ വാക്ക്, ಈ ಬರ್ಷಿದ ಎಂದ ಮೊದಲನೇ ಪದವು ബൈറ്റ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. ಬೈಟ್ ಎಂದೊಂದು ಪದವಾಗಿದೆ ಕೊಟ್ಟಿದ್ದು. ബൈറ്റ് എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ಬೈಟ್ ಎಂದದಕ್ಕೆ ಅರ್ಥವೇನೆಂದು ಗೊತ್ತಾ? ദൈവത്തിന്റെ പുത്രൻ എന്നാണ്. ಆಮೇಲೆ ದೇವರ ಕುಮಾರನು ಎಂದಾಗಿದ್ದಾರೆ. രണ്ടാമത്തെ അക്ഷരം, ಎರಡನೇ ಅಕ್ಷರವು ആമേ റഷ് എന്നൊരു പദമാണ്. ರಶ್ എന്നൊരു പദವು. അതിന്റെ ഒരർത്ഥം, ಅದಕ್ಕೆ ಒಂದು ಅರ್ಥವು പരിശുദ്ധാത്മാവ് എന്നാണ്. ಪವಿತ್ರಾತ್ಮನು ಎಂದಾಗಿದೆ. മൂന്നാമത്തെ വാക്ക്, ಮೂರನೇ ವಾಕು, മൂന്നാമത്തെ ലെറ്റർ ಲೆಟರ್, അൽഫ എന്ന പദമാണ്. ಅಲ್ಪ ಎಂದ ಪದವಾಗಿದೆ. അൽഫ എന്നാൽ ഫാദർ എന്നാണ് അർത്ഥം, പിതാവ് എന്നാണ് അർത്ഥം. ಅಲ್ಪ ಎಂದರೆ ತಂದೆಯೇ ಇಲ್ಲ, ഈ ಫಾದರ್ പരിശുദ്ധ ಎಂದರ್ಥ. ഗ്രന്ഥം തുടങ്ങുന്നത് ಈ ಪವಿತ್ರ ಗ್ರಂಥವು ಪ್ರಾರಂಭ ಮಾಡುವುದು പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആമേൻ. എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആമേൻ. ഇൻ ദ ബിഗിനിങ്, അവരാണ് തുടക്കം. ತಂದೆ ಕುಮಾರ ಪವಿತ್ರಾತ್ಮನು ಎಂದು ಹೇಳಿಕೊಂಡು ಹಾಲಲ್ಲಿ ಇನ್ ದ ಬಿಗಿನಿಂಗ್ ಎಂಬುದಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ಹಾಲಲ್ಲಿ ಕೆಳಗೆ ಬರಿಬೇಕಂದ್ರೆ എലോഹീം എന്നൊരു പദം കൊടുത്തിട്ടുണ്ട്. ಏಲೋಹಿಮ್ ಎಂದೊಂದು ಪದ ಕೊಟ್ಟಿದ್ದಾರೆ. എലോഹീം എന്ന പദത്തിന്റെ അർത്ഥം ಏಲೋಹಿಮ್ ಎಂದ ಪದಕ್ಕೆ ಅರ್ಥವು ശക്തന്മാർ എന്നാണ്, പ്യൂറലാണ്. ಆಲೆ ಶಕ್ತನ್ಮಾರು ಇಲ್ಲ ದೂತರುಗಳು ಅಂತ ಅರ್ಥ. ആമേൻ. പ്യൂറലാണ്. ಆಲಲ್ಲಿ ಅದು ಬಹುವಚನದಲ್ಲಿ ಹೇಳಿದ್ದಾರೆ. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. അപ്പോൾ ആ പദത്തിനകത്ത് ಆ ಪದ ಒಳಗಡೆ ആമേൻ 3 അതിലധികമോ എന്ന മീനിങ്ങാ വരുന്നത്. ಆಮೇಲೆ 3 ಇಲ್ಲಾಂದ್ರೆ ಅದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿರೋದು ವ್ಯಕ್ತಿತ್ವ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. സ്തോത്രം. ಆಮೇನ್. എലോഹൈനു 2 ಏಲೋಹಿಮ್ 2 ಆಗಿದೆ. എലോഹ 1. ಏಲೋಹ 1. ഇവിടെ എലോഹീം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ಇಲ್ಲಿ ಏಲೋಹಿಮ್ ಎಂದು ಬರೆಯಲ್ಪಟ್ಟಿದೆ. ആരെ അയക്കേണ്ടു? ಅಲ್ಲಿ ನಾನು ಯಾರನ್ನೇ ಕಳಿಸಬೇಕು? ദൈവത്തിന്റെ പൂർണ്ണതയുള്ളൊരു വിളിയാണ് മനുഷ്യന്റെ മേൽ വരുന്നത്. ಆಮೇಲೆ ದೇವರ ಪರಿಪೂರ್ಣತೆ ಒಂದು ಕರಿವಿಕೆಯಾಗಿದೆ ಮನುಷ್ಯನ ಮೇಲೆ ಬರ್ತಾ ഇസ്രായേൽ ಇರೋದು. ജനത്തിന്റെ അടിമത്തത്തിന്റെ കാലഘട്ടങ്ങളിലും ಆಮೇಲೆ ಇಸ್ರಾಯೇಲ್ ಜನದ ಗುಲಾಮತದ ಕಾಲಘಟ್ಟದಲ್ಲಿ ಕೂಡ, ആമേൻ പ്രവാസ കാലഘട്ടങ്ങളിലും ಅಲ್ಲಿ ಪ್ರವಾಸ ಕಾಲದಲ್ಲಿ ಕೂಡ, പിന്മാറ്റ കാലഘട്ടങ്ങളിലും ಅವರು ಹಿಂದಿರುಗಿ ಹೋಗಿದ ಕಾಲದಲ್ಲಿ ಕೂಡ, ദൈവത്തെ വിട്ട കാലഘട്ടങ്ങളിലും ದೇವರನ್ನ ಬಿಟ್ಟು ಹೋಗಿದ ಕಾಲದಲ್ಲಿ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തെ ഒരുമിച്ച് കൂടി ആമേൻ ചോദിച്ചുകൊണ്ടിരുന്നു, ഈ ജനത്തിന്റെ അടുക്കിലേക്ക് ആരെ ഞാൻ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന്. ಆಮೇಲೆ ಪರಲೋಕದ ದೇವರು ಅವರು ಒಂದು ಸೇರಿ ಸಭೆಯಲ್ಲಿ ಕೇಳ್ತಾ ಇದ್ದಾರೆ, ಯಾರನ್ನೇ ನಾನು ಕಳಿಸಬೇಕು, ಯಾರು ನನಗೋಸ್ಕರ ಹೋಗ್ತಾರೆ ಎಂದು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. പ്രാർത്ഥനയോടെ കേൾക്കുന്നുണ്ടോ? ಪ್ರಾರ್ಥನೆಯಿಂದ ಕೇಳ್ತಾ ಇದ್ದಾರಾ? ആമേൻ. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. 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 ಆಮೆನ್. ആമേൻ. ദൈവവിളി ഉള്ളവരൊക്കെ ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ಆಮೆನ್. ದೇವರ ಕರಿವಿಕೆ ಇರುವರೆಲ್ಲ ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಿರಿ. ആമേൻ. ಆಮೆನ್. ഒരു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ಆಮೆನ್. ಕರ್ತನ ಸೇವೆಗೋಸ್ಕರವಾಗಿ ಸಮರ್ಪಿಸಬೇಕಾಗಿರೋದು ಬಹಳ ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಿರಿ. ആമേൻ. ಆಮೆನ್. അപ്പോൾ അങ്ങനെ യേശയ്യാവ് ഏറ്റെടുത്ത ആ ദൈവാലോചന, ಹಾಲೆಲೂಯ, ಯೆಶಾಯನು ಹಾಲೆಲೂಯ ಹೊಂದಿಕೊಂಡಿದ್ದ ಆ ದೌತ್ಯವನ್ನು അത് കർത്താവായ യേശു ക്രിസ്തുവിലാണ് പൂർണ്ണമാക്കപ്പെട്ടത്. ಅದು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತುವಲ್ಲಿ ಆಗಿದೆ, ಪರಿಪೂರ್ಣಗೊಳ್ಳಿದ್ದು. ആമേൻ. ಆಮೆನ್. സങ്കീർത്തന പുസ്തകങ്ങൾ ಕೀರ್ತನ ಪುಸ್ತಕ 40-ാം അധ്യായം 40ನೇ ಅಧ್ಯಾಯ അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിച്ചേ. അതിന്റെ 8ನೇ ವಾಕ್ಯದಿಂದ ಓದಬೇಕಾದ್ರೆ വായിച്ച് ഉറക്കെ ഒന്ന് വായിച്ചേ. ನಿನ್ನ ಧರ್ಮೋಪದೇಶವು ನನ್ನ ಅಂತರಂಗದಲ್ಲಿದೆ. ನೀನು ನೀತಿಯನ್ನು ಸಾಧಿಸಿದ ಶುಭ ಸಮಾಚಾರವನ್ನು ಧಾರಾಳವಾಗಿ ಮಹಾಸಭೆಯಲ್ಲಿ ಪ್ರಕಟಿಸಿದೆನು. ആമേൻ. ಯೆಹೋವನೇ, ನೀನೇ ಬಲ್ಲೆ.
ನಿನ್ನ ನೀತಿ ಸಾಧನೆಯನ್ನು ಮರೆಮಾಚಲಿಲ್ಲ. ನಿನ್ನ ನಂಬಿಕೆಯನ್ನು ರಕ್ಷಣೆಯನ್ನು ಪ್ರಸಿದ್ಧಪಡಿಸಿದೆನು. ആമേൻ. ನಿನ್ನ ಕೃಪಾಸತ್ಯತೆಗಳನ್ನು അതൊന്ന് മലയാളത്തിൽ വായിച്ച ആ പദങ്ങൾ 40-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. ഖനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ആമേൻ. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു. മതി. എബ്രായ ലേഖനം 10-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ ഇന്ന് വായിച്ചേ. ಇಬ್ರಿಯ ಪತ್ರಿಕೆ 10ನೇ ಅಧ್ಯಾಯ 5ರಿಂದ ವಾಕ್ಯಗಳು. 5-ന്റെ 10-ന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം കഴിഞ്ഞ് യെശയ്യാ പ്രവാചക ಆಗಿದ ಮೇಲೆ രണ്ടാമത്തെ വ്യക്തി, ಎರಡನೇ ವ್ಯಕ್ತಿಯು സ്തോത്രം, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുന്നതാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചാಗಿ പ്രവാദന ನುಡಿಯುವುದು. യെശയ്യാവ് കഴിഞ്ഞാ പിന്നെ യെശയ്യാവ് ಆಗಿದ പഴയ നിയമ പുസ്തകങ്ങളിൽ ಹಳೆ ಒಡಂಬಡಿಕೆ ಪುಸ್ತಕದಲ್ಲಿ ഏറ്റവും കൂടുതൽ ಬಹಳ ಹೆಚ್ಚಾಗಿ യേശുവിന്റെ പ്രവചനങ്ങൾ നടത്തിയത്, യേശു സ്വാമിയെ കുറിച്ചാಗಿರುವ ಪ್ರವಾದನೆಗಳು ನುಡಿದಿದ್ದು ദാവീദ് പ്രവാചകനായിരുന്നു. ദാവീദ് പ്രവാദിಯಾಗಿದೆ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് 40-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് ദാവീദിന്റെ 40ನೇ കീർത്തನೆ ಒಳಗಡೆ ആമേൻ ഖനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. ഖനനയാഗവും ഭോജനയാഗവും നീನು ಇಚ್ಛಿಸಲಿಲ್ಲ. ആരോടാ പറയുന്നേ? ಯಾರತ್ರ ಹೇಳ್ತಾ ಇರೋದು? ദൈവത്തോട് പറയുകയാണ്. ದೇವರತ್ರ ಹೇಳ್ತಾ ಇದ್ದಾರೆ. സ്തോത്രം. ആമേൻ. പക്ഷേ അവിടെ താഴെ പറയുന്നു, ಅಲ್ಲಿ ಕೆಳಗಡೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, നീ ചെവിയെ എനിക്ക് തുളച്ചിരിക്കുന്നു. ನನ್ನ ಕಿವಿಯನ್ನು ನಿನಗಾಗಿ ಚುಚ್ಚಿದೆ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ಹಾಗೆ ಹೇಳಿದರೆ ഒരു സമർപ്പണത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ಅಲ್ಲೊಂದು ಸಮರ್ಪಣ ಅಂತ ಕುರಿತಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ചെവി തുളയ്ക്കുന്നത് എന്തിനാണ് നമുക്കറിയാം. ಆಮೇಲೆ ಕಿವಿಯನ್ನು ಚುಚ್ಚುವುದು ಏನಕ್ಕೆ ಅಂತ ನಮಗೆ ಗೊತ್ತು. ആമേൻ. യഹൂദന്മാരുടെ ഇടയിൽ ಯಹೂದರ ಜನರ ಮಧ್ಯದಲ್ಲಿ ഒരു വ്യക്തി ಒಂದು ವ್ಯಕ್ತಿ തന്റെ യജമാനന് ತನ್ನ ಯಜಮಾನನಿಗೆ പൂർണ്ണ പ്രസാദത്തിന് വേണ്ടി ಪೂರ್ಣವಾಗಿ ಮೆಚ್ಚಿಸೋದಕ್ಕೆ അടിമയായിട്ട് സമർപ്പിക്കുമ്പോൾ ಅವನನ್ನು ಗುಲಾಮನಾಗಿ ಸಮರ್ಪಿಸುವಾಗ ആ വ്യക്തിയുടെ ചെവികൾ ಆ ವ್ಯಕ್ತಿಯ ಕಿವಿಗಳು കട്ടിളപ്പാടിക്കൽ കൊണ്ടുവന്ന് തുളയ്ക്കും. ಕಟ್ಟಳ ವಾದಿಲ್ ಕಟ್ಟಳ ಹತ್ರ ತಗೊಂಡ್ಬಂದು ಕಾಲಲ್ಲಿ ಚುಚ್ಚುತ್ತಾನೆ. പിന്നെ ಈ ಅಡಿಮೆಗೆ ನಂತರವಾಗಿ ಗುಲಾಮನಿಗೆ സ്വന്തം ഇഷ്ടം ഒന്നുമില്ല. ಸ್ವಂತವಾಗ ಇಷ್ಟವೇ ಏನೂ ಇಲ್ಲ. പിന്നെ യജമാനന് വേണ്ടിയാണ് അവന്റെ ജീവിതം. ನಂತರವಾಗಿ ಯಜಮಾನಕ್ಕೋಸ್ಕರವೇ ಅವನು യജമാന് വേണമെങ്കിൽ അവനെ കൊല്ലാം. ಯಜಮಾನಿಗೆ ಬೇಕಾದ್ರೆ ಅವನೇ ಸಾಯಿಸಬಹುದು, വിൽക്കാം. ಬೇಕಾದ್ರೆ അവനെ എന്തും ചെയ്യാനുള്ള അധികാരം യജമാനുണ്ട്. അവന് ಏನು ಮಾಡೋದಕ್ಕೆ ಬೇಕಾಗಿರೋ ಅಧಿಕಾರವು ಯಜಮಾನನಿಗೆ ಉಂಟು. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನೇ ಕುರಿತಾಗಿ ദാവീദ് ദർശനങ്ങളിൽ കാണുമ്പോൾ ദാവീദನ ദർശനಗಳಲ್ಲಿ ನೋಡಬೇಕಾದ್ರೆ ദാവീദ് പറയുകയാണ്, ദാവീദನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ആമേൻ, യഥാർത്ഥത്തിൽ കാളകളുടെയും ಅಲ್ಲಿ ಯಥಾರ್ಥವಾಗಿ ಅಲ್ಲಿ ಕೋರಿಗಳ, ആമേൻ, ആട്ടുകൊറ്റന്മാരുടെയും ಅಲ್ಲಿ ಕುರಿಗಳ, ആമേൻ, രക്തമോ ಅಲ್ಲಿ അതിനെ ರಕ್ತವಾಗಲಿ ಮಾಂಸವಾಗಲಿ അല്ല ദൈവമായ കർത്താവ് ആഗ്രഹിച്ചത്. ಅಲ್ಲ ಅದಲ್ಲ ದೇವರಾಗಿದ್ದ ಕರ್ತನು ಇಷ್ಟಪಟ್ಟಿದ್ದು. പിന്നെ എന്താണ്? ಮತ್ತೆ ಏನಾಗಿದೆ? ആമേൻ, ചെവികൾ തുളയ്ക്കപ്പെട്ട, ಅಲ್ಲಿ ಕಿವಿಗಳನ್ನು ಚುಚ್ಚಲ್ಪಟ್ಟಿದ, ആമേൻ, പരിശുദ്ധമായ ಅಲ್ಲಿ ಪವಿತ್ರವಾದ ഒരു ശരീരം കർത്താവ് ആഗ്രഹിച്ചു. ಅಲ್ಲಿ ಪವಿತ್ರವಾದ ಒಂದು ಶರೀರವನ್ನು ಕರ್ತನು നീ ಇಚ್ಛೆಪಟ್ಟಿದ್ದಾನೆ. എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ನೀ ನನಗೋಸ್ಕರವಾಗಿ ಒಂದು ಶರೀರವನ್ನು ಸಿದ್ಧಪಡಿಸಿದೆ ಎಂದು ಕರ್ತನು ಹೇಳ್ತಾ സ്തോത്രം. ಇದ್ದಾರೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ആമേൻ. എബ്രായലേഖനക്കാരൻ പറയുന്നത്, ಇಬ್ರಿಯ ಪತ್ರಿಕೆಯಲ್ಲಿ ಹೇಳ್ತಾ ಇರುವುದು, ആ ഇഷ്ടത്തിൽ ಆ ಇಷ್ಟದಲ್ಲಿ യേശു ഒരിക്കലായി കഴിച്ച ಹಾಲಲ್ಲಿ ಒಮ್ಮೆ ಹಾಲಲ್ಲಿ ಕೊಟ್ಟಿದ ശരീരയാഗത്താൽ ശരീರದ ಯಜ್ಞದಿಂದ നമുക്കെല്ലാവർക്കും ആമേൻ സൽഗുണ പൂർത്തി വന്നിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സൽഗുಣ പൂർത്തീകരണവും ಬಂದಿದೆ. ಆಮೆನ್. ഇവിടെ പറയുന്നത്, ಇಲ್ಲಿ ಹೇಳ್ತಾ ಇರುವುದು, ദാവീദിന്റെ ദർശനത്തിൽ ದಾವೀದನ ದರ್ಶನದಲ್ಲಿ ദാവീദ് പറയുകയാണ്, ದಾವೀದನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ಪುಸ್ತಕದ ಸುರುಳಿಯಲ್ಲಿ ನನ್ನ ಕುರಿತಾಗಿ ಬರೆದಿದ್ದಾರೆ. ആമേൻ. അത് ദാവീദിനെ കുറിച്ചല്ല,
ಅದು ದಾವೀದನೇ ಕುರಿತಲ್ಲ. ദാവീദിനെ കുറിച്ച് മുൻ പ്രവചനങ്ങളൊന്നുമില്ല. ದಾವೀದನೇ ಕುರಿತಾಗಿ ಮುಂಚಿತವಾಗಿ പക്ഷേ ಪ್ರವಾದನೆ യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ಆದ್ರೆ ಯೇಸು ಕ್ರಿಸ್ತನೇ ಕುರಿತಾಗಿದ್ದ ಪ್ರವಾದನ ನುಡಿಗಳಾಗಿದೆ ಬರೆದಿದ್ದು. ദൈവ ഇഷ്ടം ചെയ്യുവാനായിട്ട് യേശു വരുന്നതിനെ കുറിച്ചാണ് അവിടെ പ്രവചിച്ചത്. ದೇವರ ಚಿತ್ತವನ್ನು ಮಾಡೋದಕ್ಕೋಸ್ಕರವಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನು ಬರೆದನ ಕುರಿತಾಗಿದೆ ಅಲ್ಲಿ ಬರೆದಿದ್ದು. Praise the Lord. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യേശു തന്റെ ശുശ്രൂഷയിൽ ഉടനീളം ಯೇಸು ಸ್ವಾಮಿ ತನ್ನ ಶುಶ್ರೂಷೆಯಲ್ಲಿ ಪೂರ್ತಿಯಾಗಿ ഒരു കാര്യം പറയുന്നുണ്ട്. ಒಂದು ವಿಷಯವನ್ನು ಹೇಳ್ತಾ ಇದ್ದಾರೆ. ഞാൻ എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല വന്നിരിക്കുന്നത്. ನಾನು ನನ್ನ ಚಿತ್ತವನ್ನು ಮಾಡುವುದಕ್ಕಲ್ಲ ನಾನು ಬಂದಿದ್ದು. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നു. ನನ್ನ ಕಳಿಸಿದವನ ಇಷ್ಟವನ್ನು ಮಾಡುವುದಕ್ಕಾಗಿದೆ ಬಂದಿದ್ದು. യേശുവിന്റെ ലൈഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ಯೇಸುವಿನ ಲೈಫಲ್ಲಿ ನಾವು ನೋಡ್ಬೇಕಂದ್ರೆ ಕರ್ತನು പിതാവ് എന്ത് ആഗ്രഹിച്ചോ ತಂದೆಯು ಏನ್ ಇಚ್ಛೆ ಪಟ್ಟಿದ್ರು അതിനുവേണ്ടി പൂർണ്ണമായി യേശു സമർപ്പിക്കപ്പെട്ടു. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಸಂಪೂರ್ಣವಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನು ಸಮರ್ಪಿಸಿಕೊಟ್ಟಿದ್ದರು. സ്തോത്രം. ಆಮೆನ್. ആമേൻ. ദൈവത്തിന്റെ പ്രോമിസ്, ದೇವರ ಪ್ರೋಮಿಸ್, ആമേൻ, ഉൽപ്പത്തി പുസ്തകം 3:15 മുതൽ ಹಾಲೆಲೂಯ ಆದಿಕಾಂಡ 3ನೇ ಅಧ್ಯಾಯ 15ರಿಂದ പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നു. ಹಾಲೆಲೂಯ ಪುಸ್ತಕದ ಸುರುಳಿಯಲ್ಲಿ സ്ത്രീയുടെ ಬರೆಯಲ್ಪಟ್ಟಿದೆ. സന്തതി വരും. ಹಾಲೆ ಸ್ತ್ರೀಯ ಸಂತತಿಯನ್ನು ಬರ್ತಾನೆ. അങ്ങനെ യേശു മറിയിൽ നിന്ന് ജനിച്ചു. ಹಾಗೆ ಯೇಸು ಕ್ರಿಸ್ತನು ಮರಿಯಳಿಂದ ಹುಟ್ಟಿದನು. യെശയ്യാ പ്രവചനം പറയാണ്, ಯೆಶಾಯ ಪ್ರವಾದನ ಗ್ರಂಥ ಹೇಳ್ತಾ ഉണങ്ങിയ ಇದ್ದಾರೆ, നിലത്ത് വേർ മുളയ്ക്കുന്ന പോലെ മുളയ്ക്കും. ಹಾಲೆಲೂಯ ಆ ಒಣಗೋಗಿದ ನೆಲದಲ್ಲಿ ಒಂದು ಬೇರನ್ನು ಸಿಗಿರುವ ರೀತಿಯಲ್ಲಿ ಹುಟ್ಟುತ್ತಾರೆ. സ്തോത്രം. ആമേൻ. അവൻ നമ്മുടെ രോഗങ്ങൾ വഹിക്കും, ಆತನು ನಮ್ಮ ರೋಗಗಳನ್ನು അകൃത്യങ്ങൾ ചുമക്കും, ನಮ್ಮ ಅಗತ್ಯಗಳನ್ನು ಹೊತ್ತುತ್ತಾನೆ, പാപങ്ങൾ വഹിക്കും, ಪಾಪಗಳನ್ನು ಹೊತ್ತುತ್ತಾನೆ, ഒരു അകൃത്യ ബലിയായി മാറും. ಒಂದು ಅಗತ್ಯ ಯಜ್ಞವಾಗಿ ಆತನು ಮಾರ್ಪಡುತ್ತದೆ. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അടിക്കപ്പെടും, ನೋಡಿದರೆ ಹಾಲಲ್ಲಿ ಒಂದು ಮನುಷ್ಯನಲ್ಲ ಎಂದು ತೋಚುವ ರೀತಿಯಲ್ಲಿ ಆತನು ಹೊಡೆಯಲ್ಪಡುತ್ತದೆ. ಆತನು ಸಿಲುಬೆಗೆ ಅರೆಯಲ್ಪಡುತ್ತದೆ. ഇതെല്ലാം ബൈബിൾ എഴുതിയ പ്രകാരം, ಇದೆല്ലാം ಬೈಬಲಲ್ಲಿ ಬರೆದ ಪ್ರಕಾರ, എന്തെല്ലാം പുസ്തക ചുരുളിൽ എഴുതിയോ ಏನೆಲ್ಲ ಪುಸ್ತಕದ ಸುರುಳಿಯಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೋ അതെല്ലാം പിതാവിന്റെ ഇഷ്ടമായിരുന്നു. ಅದೆಲ್ಲ ತಂದೆಯ ಇಷ್ಟವಾಗಿತ್ತು. ആ ഇഷ്ടങ്ങൾ മുഴുവൻ നിറവേറ്റാൻ പുത്രൻ തീരുമാനിച്ചു. ಆಮೇ ಹಾಲಲ್ಲಿ ಆತನ ಇಷ್ಟವೆಲ್ಲ ನೆರವೇರಿಸೋದಕ್ಕಾಗಿ ಕುಮಾರನು ತನ್ನನ್ನು Praise the Lord. ಒಪ್ಪಿಸಿಕೊಟ್ಟನು. ಆಮೇ. അതുകൊണ്ടാണ് യേശു കർത്താവ് ಆದ್ದರಿಂದ ಯೇಸು ಕರ್ತನು തന്റെ ജനനത്തിൽ, ತನ್ನ ಹಾಲಲ್ಲಿ ತನ್ನ ಜನನದಲ್ಲಿ ആമേൻ, ഒരു വീടില്ലാതെ ಅಲ್ಲಿ ಒಂದು ಮನೆ ಇಲ್ಲದೆ വഴിയോരത്ത് ജനിക്കേണ്ടി വന്നു. ಅಲ್ಲಿ ದಾರಿ ಮಕ್ಕಲ್ಲಿ ಹುಟ್ಟಬೇಕಾಗಿದ್ದ ಅವಸ್ಥೆ. ആ കുഞ്ഞിനെയും കൊണ്ട് ಆ ಚಿಕ್ಕ ಮಗುವಿനെ ಹೊತ್ತುಕೊಂಡು ആമേൻ നൂറുകണക്കിന് കിലോമീറ്ററുകൾ 106 ಕಿಲೋಮೀಟರ್ಗಳು ഈ മാതാപിതാക്കൾ ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്നത് ಈ ತಂದೆ ತಾಯಿ ಐಗುಪ್ತ ದೇಶಕ್ಕೆ ആ ಓಡೋಗಬೇಕಾಗಿ ബാല്യത്തിലെ ആ കഷ്ടം ചുമന്ന് യേശു വരികയാണ്. ಅಲ್ಲಿ ಈ ಪಾರಿಡದಲ್ಲಿ ಇರುವ ಕಷ್ಟಗಳನ್ನು ಹೊತ್ತಿಕೊಂಡು ಯೇಸು ಸ್ವಾಮಿ ಬರ್ತಾ ಇದ್ದಾರೆ. തിരിച്ചു വന്നിട്ട് ಆ ವಾಪಸ್ ಬಂದು അർക്കലിയോസ് ഭരിക്കുന്നു എന്ന് കേട്ടിട്ട് ಅಲ್ಲಿ ಅರ್ಕಲೋಸ್ ಅಲ್ಲಿ ಆಳ್ವಿಕೆ ನಡೆಸುತ್ತಾ ಇದೆ ಅಂತ ಕೇಳಿಕೊಂಡು അന്നത്തെ ഇസ്രായേലിലെ ಆ ಕಾಲದ ಇಸ್ರಾಯೇಲಿನ ഏറ്റവും ദരിദ്രന്മാരും ಬಹಳ ದರಿದ್ರ ಜನರು, വിദ്യാവിഹീനരും, ಅಲ್ಲಿ ವಿದ್ಯಾಭ್ಯಾಸ ಇಲ್ಲದಿರುವರು, ആമേൻ, ഏറ്റവും താഴെക്കട ജനങ്ങളും ಬಹಳ ಹೀನವಾದ ಜನರು പാർത്തിരുന്ന നസ്രത്ത്, ಅಲ್ಲಿ ವಾಸ ಮಾಡ್ತಾ ಇದ್ದ നസ്രത്തിൽ നിന്ന് ನಸ್ರೇತು. എന്തെങ്കിലും നന്മ വരുമോ? ನಸ್ರತಿಂದ ഒരു നന്മയും പ്രതീക്ഷിക്കാൻ വയ്യാത്ത ನಸ್ರತಿಂದ ಯಾವುದೇ ಒಳ್ಳೆತನಗಳು ನಿರೀಕ್ಷೆ ಇಡೋದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲದಿರುವ ഒരു ഗ്രാമത്തിൽ യേശു പോയി പാർത്തു. ಆಮೇಲೆ ಒಂದು ಗ್ರಾಮದಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನು ಹೋಗಿ ವಾಸ യേശു അവിടെ ಮಾಡಿದನು. വളർന്നു. ಯೇಸು ಸ್ವಾಮಿ ಅಲ್ಲೇ ಬೆಳೆದಿದ್ದನು. ഏറ്റവും ദരിദ്രരായിരുന്നു ജോസഫും മറിയയും. ಆಮೇಲೆ ಬಹಳ ದರಿದ್ರರಾಗಿತ್ತು ಯೋಸೆಫ್ ಮತ್ತೆ കുഞ്ഞിനെ ಮರಿಯಳು. പ്രതീക്ഷിക്കാൻ 2 പൂരിപ്രാവുകളെ കൊണ്ടുവരുന്ന ഒരു കുടുംബം. ഏറ്റവും ദരിദ്രന്മാരാണ് അന്ന് പ്രാക്കളെ കൊണ്ടുവരുന്നത്. ಆಮೇಲೆ ಯೇಸು ಸ್ವಾಮಿನ ಪ್ರತಿಷ್ಠೆ ಮಾಡೋದಕ್ಕಾಗಿ ಚಿಕ್ಕ 2 ಹಾಲಲ್ಲಿ ಪಾರಿವಾಳನ ತಗೊಂಡ್ಬರುವ ಬಹಳ ದರಿದ್ರ ಕುಟುಂಬ. സ്തോത്രം. ಆಮೇಲೆ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാല്യത്തിലെ യോസേഫ് മരിച്ചുപോയി യേശുവിന്റെ. ಅಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿಯ ಬಾಲ್ಯ ಪ್ರಾಯದಲ್ಲಿನೇ ಯೋಸೇಫನ ತೀರು പിന്നെ ಹೋಗಿತ್ತು. മറിയ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു കുടുംബം. ನಂತರವಾಗಿ ಮರಿಯಳು ಕಷ್ಟಪಟ್ಟು ಬೆಳೆಸುವ ಒಂದು ಕುಟುಂಬವು. സ്തോത്രം. ಆಮೇಲೆ അതുകൊണ്ട് പലപ്പോഴും മറിയയുടെ മകൻ എന്ന പേര് കിട്ടി. ಆದ್ರಿಂದ ಹಲವಾರು ಸರಿ ಮರಿಯಳ ಮಗಳು ಎಂದಾಗಿ ಹೆಸರು ಸಿಕ್ಕಿತು. സ്തോത്രം. ആമേൻ. അങ്ങനെ ആ യേശു തന്റെ ജീവിതം മുഴുവൻ പിതാവിന്റെ ആ വില്ലിന് ഏൽപ്പിക്കപ്പെട്ടു. ಹಾಗೆ ಯೇಸು ಸ್ವಾಮಿ ತನ್ನ ಜೀವಿತ ಪೂರ್ತಿಯಾಗಿ ತಂದೆ ಇಷ್ಟಕ್ಕಾಗಿ ಒಪ್ಪಿಸಿಕೊಟ್ಟಿದ್ದನು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. സ്തോത്രം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ಆದ್ರಿಂದ ಬೈಬಲ್ ಹೇಳುತ್ತಾ ಇರುವುದು, പുസ്തക ചുരുളുകൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ಪುಸ್ತಕದ ಸುರುಳಿಯಲ್ಲಿ ನನ್ನ ಕುರಿತಾಗಿ നിന്റെ ಬರೆದಿದ್ದಾರೆ. ഇഷ്ടം ചെയ്യുവാൻ ഇതാ ഞാൻ വരുന്നു. ಆಮೆನ್. ನಿನ್ನ ಇಷ್ಟವನ್ನು ಮಾಡುವುದಕ್ಕಾಗಿ ಇಗೋ ನಾನು ಬರ್ತೀನಿ. 40 സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറയുമ്പോൾ 40ನೇ ಕೀರ್ತನದಲ್ಲಿ ದಾವೀದನು ಹೇಳಬೇಕಂದ್ರೆ ഉൽപ്പത്തി പുസ്തകം മുതൽ
ಆದಿ ಕಾಂಡದಿಂದ സകല പ്രവാചക പുസ്തകങ്ങളിലും ಸಕಲ ಪ್ರವಾದನ ന്യായപ്രമാണത്തിലും ನ್ಯಾಯ ಪ್ರಮಾಣದಲ್ಲಿ സങ്കീർത്തന പുസ്തകങ്ങളിലും ಕೀರ್ತನ ಪುಸ್ತಕದಲ್ಲಿ എഴുതപ്പെട്ടിരുന്ന ಬರೆಯಲ್ಪಟ್ಟಿರುವ സകല പ്രവചനങ്ങളും ಎಲ್ಲಾ ಪ್ರವಾದನ ഒന്നുപോലും തെറ്റാതെ ಒಂದು ಕೂಡ ತಪ್ಪದೆ യേശുവിന്റെ ജീവിതത്തിൽ നിറവേറണമായിരുന്നു. ಆಮೇಲೆ ಯೇಸು ಸ್ವಾಮಿಯ ಜೀವನದಲ್ಲಿ Praise the ನೆರವೇರ್ಪಡಬೇಕಾಯಿತು. Lord. ഒരു സമയം തെറ്റാൻ പാടില്ല, ಆಮೇಲೆ ಅಲ್ಲಿ ಒಂದನ್ನು ഒരു പേര് തെറ്റാൻ പാടില്ല, ಆಮೇಲೆ ಒಂದು ಹೆಸರು ತಪ್ಪಬಾರದು, ഒരു അടി തെറ്റാൻ പാടില്ല, ಹಾಲಲ್ಲಿ ಒಂದು ಒಡೆಯನ್ನು ಹಾಲಲ್ಲಿ ತಪ್ಪಬಾರದು, മരണം തെറ്റാൻ പാടില്ല, ಹಾಲಲ್ಲಿ ಆತನ ಮರಣವನ್ನು ತಪ್ಪಬಾರದು, ജനനം തെറ്റാൻ പാടില്ല, ಆತನ ಹುಟ್ಟುವುದು ಹಾಲಲ್ಲಿ താൻ ತಪ್ಪಬಾರದು, പോകുന്നതും വരുന്നതെല്ലാം ಆತನ ಹೋಗುವುದು ഒരൊറ്റ ಬರುವುದು വാക്ക് പോലും തെറ്റാതെ ಒಂದು ಮಾತು ಕೂಡ ತಪ್ಪದೆ കാൽവരിയിൽ എല്ലാം പിതാവിന്റെ ഇഷ്ടപ്രകാരം മാത്രം ಕಲುವಾರಿಯಲ್ಲಿ ಎಲ್ಲ പിതാവ് ತಂದೆಯ എന്ത് ಚಿತ್ತಪ್ರಕಾರ കൽപ്പിച്ചോ, ತಂದೆಯು ಏನು ಕಟ್ಟಳೆ എന്ത് അരുളി ചെയ്തോ, ಏನು ಆತನ അതെല്ലാം നിറവേറ്റാൻ പുത്രൻ ഏൽപ്പിക്കപ്പെട്ടു. ಅದೆಲ್ಲ ಮಾಡೋದಕ್ಕಾಗಿ ಕುಮಾರನು ತನ್ನನ್ನೇ ಒಪ್ಪಿಸಿಕೊಟ್ಟಿದ್ದಾರೆ. Praise the Lord. ಆಮೆನ್. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നമ്മള് കർത്താവ് വന്നിട്ട് കർത്താവിന്റെ ഇഷ്ടപ്രകാരം ഒരു ജീവിതവും ആമേൻ ഒരു വളർച്ചയും ഒരു ആമേൻ ശുശ്രൂഷയും അത് കഴിഞ്ഞ് മരണോ ഇതൊന്നും അല്ല ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಬಂದು ಆತನ ಇಷ್ಟವಂತೆ ಜೀವಿಸಿ ಆತನ ಇಷ್ಟವಂತೆ ಮರಣ ಮಾಡಿ ಆತರ ಒಂದು ವಿಧವಲ್ಲ ಹೇಳ್ತಾ ಇರುವುದು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പലപ്പോഴും പറയുന്നുണ്ട്, ಕರ್ತನು ಹಲವಾರು ಸರಿ ಹೇಳ್ತಾ എന്റെ ಇದ್ದಾರೆ, പിതാവ് എനിക്ക് കാണിച്ചു തരുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ನನ್ನ ತಂದೆಯು ನನಗೆ ತೋರಿಸಿ ಕೊಡುವುದಾಗಿದೆ ನಾನು ನಿಮ್ಮ ಹತ್ರ ಹೇಳ್ತಾ എന്റെ ಇರುವುದು. പിതാവ് ആദ്യം മുതൽ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ನನ್ನ ತಂದೆಯು ಹಾಲಲ್ಲಿ ಆದಿಯಿಂದ ಕ್ರಿಯೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ, ನಾನು ಕ್ರಿಯೆ ಮಾಡ್ತಾ ಇದ್ದೇನೆ. സ്തോത്രം. ಆಮೆನ್. എന്റെ പിതാവിന്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റുന്നത്. ನನ್ನ ತಂದೆ ಇಷ್ಟವಾಗಿದೆ ನಾನು ನೆರವೇರಿಸುತ್ತಾ ಇರುವುದು. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവേഷ്ടത്തിന് വേണ്ടി പുത്രൻ കംപ്ലീറ്റ് സമർപ്പിക്കപ്പെട്ടു. ದೇವರ ಚಿತ್ತಕ್ಕಾಗಿ ಹಾಲಲ್ಲಿ ಕುಮಾರನು ಪೂರ್ಣವಾಗಿ ಸಮರ್ಪಿಸಿ ಕೊಡ್ತಾ ಇದ್ದಾರೆ. പല പ്രാവശ്യം യേശുവിനെ പിടിക്കാൻ യഹൂദന്മാർ നോക്കി, ಹಲವಾರು ಸರಿ ಯೇಸು ಕ್ರಿಸ್ತನ ಹಿಡಿಯುವುದಕ್ಕಾಗಿ ಯಹೂದ ಜನರು ಬಂದಿದ್ರು. കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കി, ಕಲ್ಲೆಯಿಸ್ತು ಸಾಯಿಸುವುದಕ್ಕಾಗಿ ನೋಡಿದ್ರು, അല്ലാതെ കൊല്ലാൻ നോക്കി. ಹಾಲಲ್ಲಿ ಬೇರೆ ವಿಧವಾಗಿ ಎಲ್ಲ ಸಾಯಿಸಕ್ಕೆ ನೋಡಿದ್ರು. യേശു അപ്പോൾ എല്ലാം എസ്കേപ്പ് ആയി. ಆಗ ಎಲ್ಲ ಯೇಸು ಕ್ರಿಸ್ತನು ತಪ್ಪಿಸಿಕೊಂಡು ಹೋಗಿದ್ದನು. എന്തിനാണെന്നറിയാമോ? ಯಾಕೆಂದು ಗೊತ್ತಾ? പിതാവ് പറഞ്ഞ പോലെ വന്ന് ക്രൂശിൽ മരിക്കാൻ. ತಂದೆಯು ಹೇಳಿದ ರೀತಿಯಲ್ಲಿ ಸಿಲುಬೆಯಲ್ಲಿ ആ ಸಾಯುವುದಕ್ಕೋಸ್ಕರವಾಗಿ മരിക്കുന്ന സമയമാകുമ്പോൾ ಆ ಸಾಯುವ ಸಮಯವಾಗುವಾಗ യേശു ആമേൻ സ്തോത്രം പുറപ്പെടും നമുക്ക് കാണാൻ പറ്റും. ಹಾಲಲ್ಲಿ ಅಲ್ಲಿಂದ ಹೊರಡಿ ಹೋಗ್ತಾ ಇರೋದು ನಾವು ನೋಡಬಹುದು. ഗലീലയിൽ നിന്ന് ಗಲೀಲೆಯಿಂದ യോർദാൻ കടന്ന് ಯೋರ್ದಾನ್ ದಾಟಿ യോർദാന്റെ കിഴക്കേക്കരെ പോയി, ಯೋರ್ದಾನ್ ಹಾಲಲ್ಲಿ കിഴക്കേക്കരെ പോയി, ಆಮೇಲೆ ಗದರಕ್ಕೆ ಹೋಗಿ പെരിയായിൽ പോയി ശുശ്രൂഷകൾ ചെയ്ത് ಅಲ್ಲಿ ಹೋಗಿ ശുശ്രൂഷೆಯನ್ನು ಮಾಡಿ ഈ ശിഷ്യന്മാർക്ക് എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു കൊടുത്ത് ಈ ಶಿಷ್ಯರಿಗೆ ಎಲ್ಲ ರಹಸ್ಯಗಳನ್ನು ಹೇಳಿಕೊಟ್ಟು അവിടെ നിന്ന് എഫ്രയീം മലനാട്ടിൽ വന്ന് ಅಲ್ಲಿಂದ ಎಫ್ರೈಮ್ ಹಾಲಲ್ಲಿ ಬೆಟ್ಟ ದೇಶಕ್ಕೆ ಬಂದು അവിടെ വന്ന് പാർത്ത് ಅಲ್ಲಿ ಬಂದು ವಾಸ ಮಾಡಿ പുറപ്പെടാറായപ്പോൾ ಅಲ್ಲಿಂದ ಹೊರಡಬೇಕಂದ್ರೆ യേശു ഇങ്ങനെ പറഞ്ഞു, ಯೇಸು ಸ್ವಾಮಿ ಹೀಗೆ ಹೇಳಿದನು, മനുഷ്യപുത്രൻ ಮನುಷ್ಯ ಕುಮಾರನು മനുഷ്യരാൽ പിടിക്കപ്പെടും, ಮನುಷ್ಯನಿಂದ ಹಿಡಿಯಲ್ಪಡುತ್ತದೆ, അവർ അവനെ തല്ലും, ಅವರವರನ್ನೇ ಹೊಲಲು ಹೊಡಿತಾರೆ, ആമെ ക്രൂശിക്കും, ಹಾಲಲ್ಲಿ ಸಿಲುಬೆಗೆ ಹಾಕ್ತಾರೆ, അവനെ കൊല്ലും, ಅವರನ್ನೇ ಸಾಯಿಸುತ್ತಾರೆ. എന്നാൽ മനുഷ്യപുത്രൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ಆದ್ರೆ ಮನುಷ್ಯ ಕುಮಾರನು ಮೂರನೇ ದಿನ ಪುನರುತ್ಥಾನ ಹೊಂದುತ್ತಾರೆ. സ്തോത്രം. തന്റെ ಆಮೆನ್. കൂടെ നടക്കുന്ന ജനത്തിന് ಹಾಲೆ ತನ್ನ ಜೊತೆಯಲ್ಲಿ ನಡೆಯುವ ಜನರಿಗೆ ഇതൊന്നും പിടികിട്ടുന്നില്ല. ಇದೇನು ಹಾಲಲ್ಲಿ ಅರ್ಥವಾಗ್ತಾ ഒന്നും ಇಲ್ಲ. രണ്ടും പേരല്ല, ಹಾಲೆ ಒಂದು ಎರಡು ಜನರಲ್ಲ, സ്തോത്രം, ಆಮೆನ್. ആയിരങ്ങളും പതിനായിരങ്ങളും ಹಾಲಲ್ಲಿ ಸಾವಿರಾರು 10,000 യേശുവിന്റെ ಜನರು ചുറ്റുമുണ്ട്. ಯೇಸು ಸ್ವಾಮಿಯ ಸುತ್ತಲೂ ಉಂಟು. ഇവരെയും കൊണ്ടാണ് യാത്ര. ಇವರ ಜೊತೆಯಲ್ಲಿ ಆಗಿದೆ ಪ್ರಯಾಣ ಮಾಡ್ತಾ ഇവിടെ ಇರೋದು. ഒരു ജാഥ നടത്തണമെങ്കിൽ എത്ര കഷ്ടം അല്ലെ, ഒരു ജനക്കൂട്ടത്തെ നടത്തണമെങ്കിൽ എത്ര കഷ്ടം. ಆಮೇಲೆ ಒಂದು ಅಲ್ಲೇ? ಜನಕ್ಕೆ ನಡೆಸಬೇಕಂದ್ರೆ ಎಷ್ಟೋ ಕಷ್ಟ. ഒരു 50 പേര് താഴോട്ടിറങ്ങണമെങ്കിൽ എത്ര കഷ്ടം. ಆಮೇಲೆ ಒಂದು ಅಲ್ಲೇ? 50 ಜನ ഒരു ನಡೆಸಬೇಕಂದ್ರೆ 100 പേർക്ക് ആഹാരം കൊടുക്കാൻ എത്ര കഷ്ടം. ಒಂದು 100 ಜನರಿಗೆ ಆಹಾರ ಕೊಡೋದಕ್ಕೆ ಎಷ್ಟೋ ಕಷ್ಟ. ഇത് ആയിരങ്ങൾ പതിനായിരങ്ങൾ യേശുവിന്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. ಆಮೇಲೆ ಹಾಲಲ್ಲಿ 10,000 ಜನರು ಯೇಸು ಸ್ವಾಮಿ ಒಟ್ಟಿಗೆ ಪ್ರಯಾಣ ಮಾಡ್ತಾ യേശು ಇದ್ದಾರೆ. അവരെ സൗഖ്യമാക്കി, ಯೇಸು ಸ್ವಾಮಿ ಅವರನ್ನೇ ಸೌಖ್ಯ അവരോട് ಮಾಡಿದನು. പ്രസംഗിച്ച്, ಅವರ ಹತ್ರ ಪ್ರಸಂಗ അവരെ ಮಾಡಿ ആശ്വസിപ്പിച്ച്, ಅವರಿಗೆ ಆಶ್ವಾಸ അവരെ ബലപ്പെടുത്തി, ಅವರನ್ನೇ ಬಲಪಡಿಸಿ അവരുടെ ഹൃദയങ്ങളോട് ഇടപെട്ട്, ಅವರ ಹೃದಯಗಳೊಟ್ಟಿಗೆ അവരുടെ കണ്ണുകൾ ಮಾತಾಡಿ, തുടച്ച്, ಅವರ ಕಣ್ಣುನೀರನ್ನು അവരുടെ ಒರೆಸಿ, വീടുകളിൽ പാർത്ത് ಅವರ ಮನೆಗಳಲ್ಲಿ ವಾಸ ಮಾಡಿ, യേശു കിലോമീറ്ററുകൾ ആമേൻ ആ പാദത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ಆಮೇಲೆ ಯೇಸು ಸ್ವಾಮಿ ಕಿಲೋಮೀಟರ್ ಆತನು ಪ್ರಯಾಣವನ್ನು നമുക്കൊന്നും ಮಾಡ್ತಾ ಇದ್ದಾರೆ. ചിന്തിക്കാൻ പറ്റിയല്ല. ನಮಗೆಲ್ಲ ಚಿಂತೆ ಮಾಡಕ್ಕೆ ಆಗುವುದಿಲ್ಲ. അതെല്ലാം പിതാവ് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ಹಾಲಲ್ಲಿ ಇದೆಲ್ಲ ತಂದೆ ಹೇಳಿಕೊಟ್ಟಿದ್ದ പിതാവിന്റെ ಜಾಗಕ್ಕೆ ആലോചന പ്രകാരമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ಆಮೇಲೆ ತಂದೆಯ ಆಲೋಚನೆ ಪ್ರಕಾರವಾಗಿದೆ ಮಾಡ್ತಾ സ്തോത്രം. ಇರೋದು. ಆಮೆನ್. Praise the Lord. Hallelujah. Praise the Lord. ആಮೆൻ. അപ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ എന്താണ്? ಹಾಗೆ ಶಿಷ್ಯರ ಒಳಗಡೆ ಮನಸ್ಸು ജനക്കൂട്ടം മുഴുവൻ കൂടി വരുന്നു. ಜನರು ಗುಂಪು ಗುಂಪಾಗಿ ಸೇರಿ ಬರ್ತಾ ಇದ್ದಾರೆ. ലാസർ
ഉയർത്തു കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ വലിയ വ്യത്യസ്തമാണ് അവിടെ. ಆಮೇ ಲಾಸರು ಹಾಲೆಲೂಯ ಪುನರುತ್ಥಾನ ಹೊಂದಿದ ನಂತರವಾಗಿರುವ ವಿಷಯಗಳೆಲ್ಲ ಹಾಲೆಲೂಯ ಬಹಳ ವ್ಯತ್ಯಸ್ತವಾಗಿತ್ತು. ആയിരക്കണക്കിന് ജനം യേശുവിനെ വിശ്വസിച്ചും കണ്ടും കേട്ടും വരികയാണ്. ಸಾವಿರಾರು ಜನರು ಯೇಸು ಸ್ವಾಮಿನ ಕಂಡು ನೋಡಿನು ಹಾಲೆಲೂಯ ನಂಬಿಕೆ ಇಟ್ಕೊಂಡು ಬರ್ತಾ ಇದ್ದಾರೆ. ഇപ്പുറത്തെ പരിസയന്മാരും മഹാപുരോഹിതന്മാർ യേശുവിനെ കൊല്ലാൻ നോക്കുന്നു. ಹಾಲೆಲೂಯ ಈ ಕಡೆ ಪರಿಸಾಯರು ಮಹಾಯಾಜಕರು ಯೇಸು ಸ್ವಾಮಿನ ಸಾಯಿಸುವುದಕ್ಕಾಗಿ ನೋಡ್ತಾ ಇದ್ದಾರೆ. ಆದರೆ ಶಿಷ್ಯಮಾരുടെ ഉള്ളിൽ ഒരു വലിയ ആഗ്രഹമാണ്. ಆಮೇ ಶಿಷ್ಯರ ಒಳಗಡೆ ಒಂದು ಬಹಳ ದೊಡ್ಡ ಆಸೆ, കർത്താവ് ഇപ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കും. ಆಮೇ ಕರ್ತನು ಹೀಗೆ ದೇವರ ರಾಜ್ಯವನ್ನು ಸ್ಥಾಪಿಸುತ್ತಾನೆ. ഞങ്ങൾ കർത്താവിനോട് സിംഹാസനങ്ങളിൽ ഇരിക്കും. ನಾವು ಕರ್ತನೊಟ್ಟಿಗೆ ಸಿಂಹಾಸನದಲ್ಲಿ ಆಳ್ವಿಕೆ ಮಾಡ್ತಾರೆ. ഞങ്ങളുണ്ടാകും. ಹಾಲೆಲೂಯ ಆ ಕಡೆ ಈ ಕಡೆ ನಾವು ಕೂತ್ಕೊಳ್ಳುತ್ತೇವೆ. അതിനകത്ത് ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ട്, ಅಲ್ಲಿ ഹോം മിനിസ്റ്റർ ഉണ്ട്. ഏത് ഇവരുടെ ചിന്ത മുഴുവൻ എവിടെ ഞങ്ങൾ ഇരിക്കും എന്നുള്ളതാണ്. ಅಲ್ಲಿ ಹೋಮ್ ಮಿನಿಸ್ಟರ್, ಫೈನಾನ್ಸ್ ಮಿನಿಸ್ಟರ್ ಎಲ್ಲ ಇದ್ದಾರೆ. ನಾವು ಎಲ್ಲಿ ಕೂತ್ಕೊಳ್ಳೋದು ಎಂಬುದಾಗಿ ಅವರ ಚಿಂತೆ. അതിനിടയ്ക്ക് യാക്കോബിന്റെ ഒക്കെ അമ്മ വന്നിട്ട് ശലോമ വന്നിട്ട് പറയാണ്, എന്റെ മക്കളെ ഇടത്തും വലത്തും ഇരുത്തണം. ಆ ನಂತರವಾಗಿ ಹಾಲೆಲೂಯ ಯಾಕೋಬನೆಲ್ಲ ತಾಯಿ ಬಂದು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಯೇಸು ಸ್ವಾಮಿ ಹತ್ರ ನನ್ನ ಮಕ್ಕಳನ್ನು ನಿನ್ನ ಬಲಗಡೆ ಎಡಗಡೆ ಕೂರಿಸಬೇಕು ಅಂತ. ജനത്തിന് ഇത്രയേ അകത്ത് പോകത്തുള്ളൂ. ಹಾಲೆಲೂಯ ಜನರಿಗೆ എന്തെല്ലാം പ്രശ്നം വന്നാലും ಏನೆಲ್ಲ ತೊಂದರೆಗಳು ಬಂದ್ರೆ അവർ സ്ഥാനമാനങ്ങൾ അന്വേഷിക്കും. ಅವರು ಸ್ಥಾನಮಾನಗಳನ್ನು ആരെ ഇരുത്തുമെന്ന് ചോദിക്കും. ಎಡಗಡೆ ಬಲಗಡೆ ആരാണ് വലിയവനെന്ന് വലിയ തർക്കമുണ്ടായി. ಯಾರವನೇ ದೊಡ್ಡವರು ಎಂದು യേശു വേദനയോടെ അവരോട് പറയുകയാണ്, ಯೇಸು ಸ್ವಾಮಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാൻ വേണ്ടി കടന്നു പോകുന്നു. മനുഷ്യകുമാരനെ സിലുവയ്ക്ക് അവരവനെ പിടിക്കും. ಅವರವರನ್ನು ಹಾಲಲ್ಲಿ പുരോഹിതന്മാരും ശാസ്ത്രിമാരും ಪುರೋಹಿತರು ಮತ್ತೆ ಶಾಸ್ತ್ರಿಗಳು മഹാപുരോഹിതന്മാരും മഹായാജകರು അവരെ തള്ളി അടിക്കും. ಅವರನ್ನು ತಳ್ಳಿ യേശു വേദനയോടെ ക്രൂശീകരണത്തെ കുറിച്ച് പറയുമ്പോൾ ಯೇಸು ಸ್ವಾಮಿ ಬಹಳ ನೋವಿನಿಂದ ಸಿಲುಬೆಯ ಮರಣത്തെ ಕುರಿತಾಗಿ അവരുടെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ ഞങ്ങൾ എവിടെ ഇരിക്കുമെന്നുള്ള ചിന്തയാൽ അവർ വലഞ്ഞുകൊണ്ടിരുന്നു. ಆಮೇ ಅವರ ಜೊತೆಯಲ್ಲಿ ಇರುವರು ಆತನು ದೇವರ ರಾಜ್ಯವನ್ನು ಸ್ಥಾಪಿತ ಮಾಡುವಾಗ ನಾವೆಲ್ಲಿ ಕೂತ್ಕೊಳ್ತಾರೆ ಅನ್ನೋ ಚಿಂತೆಯಲ್ಲಿ ಅವರ ಕಲವಿಲಗೊಂಡಿತು. ಆಮೇ കർത്താവ് മരിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞത്, സ്തോത്രം, പത്രോസ് എന്താ പറഞ്ഞേ, കർത്താവെ ഒരിക്കലും നിനക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. കാരണം പുള്ളിയുടെ ഉള്ളില് ഇപ്പോൾ ആമേൻ ഭരണം മാറും, യേശു രാജാവാകുന്നുള്ള ചിന്തയാണ്. ಆಲೆ ಒಮ್ಮೆ ಕರ್ತನು ತನ್ನ ಸಿಲುಬೆ ಮರಣದ ಕುರಿತಾಗಿ ಹೇಳಬೇಕಂದ್ರೆ ಪೇತ್ರನ ಹೇಳಿದ್ರು, ಕರ್ತನೆ ಹೀಗೆ ಯಾವತ್ತೂ ನಿನಗೆ ನಡಿಬಾರ್ದು ಅಂದು. ಯಾಕೆ ಅಂದ್ರೆ ಹಾಲೆಲು ಆತನ ಮನಸ್ಸೊಳಗಡೆ ಯೇಸು ಕ್ರಿಸ್ತನು ಹಾಲೆಲು ಇವಾಗ ಹಾಲೆಲು ರಾಜ್ಯವನ್ನು ಸ್ಥಾಪಿತ ಮಾಡಿ ನಾವು ಎಲ್ಲಿ ಕೂತ್ಕೊಳ್ಳೋದಂತ ಚಿಂತೆ ಮಾತ್ರ ಇತ್ತು. ഈ തോമസ് ആണ് ഈ കളിയാക്കിയാണ് പറയുന്നത്. ಆಮೇಲೆ തോമസ് ಆಗಿದ್ರೆ ಆತನು ಹಾಲೆ ಗೇಲಿ ಮಾಡಿಕೊಂಡು ಹೇಳ್ತಾರೆ, ദൈവരാജ്യം സ്ഥാപിക്കും, നിങ്ങൾക്ക് എന്റെ കൂടെ ന്യായം വിധിക്കാൻ അവസരം കിട്ടും, സിംഹാസനം ഇരുത്തും എന്നൊക്കെ പറഞ്ഞ പുള്ളി മരിക്കാൻ പോവാണ്, എന്നാ വാടാ നമുക്കും പോകാം എന്ന് കളിയാക്കിയ ഒരു പദമാണ് തോമസ് പറയുന്നത്. അത് കൃത്യമായിട്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ಆಮೇಲೆ ಹಾಲೆಲು ಇಷ್ಟು ದಿವಸವಾಗಿ ದೇವರ ರಾಜ್ಯವನ್ನು ಸ್ಥಾಪಿಸ್ತೀನಿ ಎಂಬುದಾಗಿರುವ ವ್ಯಕ್ತಿ ಈಗ ಸಾಯುವುದಕ್ಕಾಗಿ ಹೋಗ್ತಾನೆ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ನಾವು ಜೊತೆಯಲ್ಲಿ ಹೋಗೋಣ ಎಂಬುದಾಗಿ ತೋಮಸ್ ಹಾಲೆಲೂಯ ಆತನೊಂದು ಗೇಲಿ ಮಾಡುವ ರೀತಿಯಲ್ಲಿ ಆಗಿದೆ ಹೇಳ್ತಾ ಇರುವುದು. ഹല്ലേലൂയ, ಆಮೆನ್, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥലത്ത് ಒಂದು ಜಾಗದಲ್ಲಿ 3.5 ವರ್ಷಕಾಲ എല്ലാം പഠിച്ചിട്ടും ಅಲ್ಲಿ ಎಲ್ಲ ಕಲಿದರೆ ಕೂಡ, എല്ലാം കണ്ടിട്ടും, ಎಲ್ಲ ನೋಡಿದರೆ ಕೂಡ, എല്ലാം കേട്ടിട്ടും, ಎಲ್ಲ ಕೇಳಿದ್ರಲ್ಲೂ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ മേലാത്ത ഒരു കൂട്ടം ജനങ്ങൾ. ಯೇಸುವ ಸಿಲುವೆ ಮರಣತೆ ಕುರಿತಾಗಿ ಯಾವತ್ತೂ ಚಿಂತೆ ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಾಗದಿರೋದು ಒಂದು ಗುಂಪು ಜನರು. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവർക്ക് ആമേൻ ഈ ആമേൻ കിങ്ങായ മശിഹായെ അറിയാം. അവർക്ക് അരസനാಗಿ ಬಾಳುವ ಹಾಲೆಲೂಯ ಮೆಸ್ಸಿಹಾಯನ ಬೇಕಾಗಿರೋದು. യഹൂദന്മാരുടെ ചിന്ത മുഴുവൻ അങ്ങനെയാണ്. ಯಹೂದರ ಚಿಂತೆ മശിഹ വരും, രാജ്യം സ്ഥാപിക്കും. ಮಸಿಹ ಬರ್ತಾರೆ, ರಾಜ್ಯವನ್ನು ಸ್ಥಾಪಿತ ಮಾಡ್ತಾರೆ. ആമേൻ കൈസറുടെ ഭരണം മാറ്റും. ಆಮೇಲೆ ಕೈಸರ್ റോമാ ഭരണം നിർത്തലാക്കും. അടിമത്തം മാറ്റും. അത്ഭുത മന്ത്രി ഭരിക്കാൻ വരും. ಅದ್ಭುತ ಮಂತ್ರಿನು ഞങ്ങളുടെ കഷ്ടമെല്ലാം തീരും. ನಮ್ಮ ಕಷ್ಟವೆಲ್ಲ ನೀಗಿ ಹೋಗುತ್ತದೆ. വിചാരിച്ചുകൊണ്ട് അവർ നടക്കുകയാണ്. ಇದನ್ನು ಚಿಂತೆ ಮಾಡಿ ಅವರು ನಡೀತಾ ಇದ್ದಾರೆ. ആമേൻ പല പ്രവചന പുസ്തകങ്ങളിൽ എഴുതപ്പെട്ട, ಆದರೆ ಹಲವಾರು ಪ್ರವಾದನ ಪುಸ್ತಕದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿರುವ സഫറിംഗ് സെർവന്റ് എന്ന മശിഹായെ അവർക്ക് കാണാൻ പറ്റിയില്ല. ಆಮೇಲೆ ಹಾಲೆಲೂಯ ಕರ್ತನ ಸೇವಕನೆಂಬ കഷ്ടപ്പെടുന്ന ആ ദാസനെ അവർക്ക് കാണാൻ പറ്റിയില്ല. ಹಾಲೆಲೂಯ ಕಷ್ಟವನ್ನು ಸಹಿಸುವ ದಾಸನನ್ನು ಅವರಿಗೆ ನೋಡೋದಕ್ಕೆ യേശു മഹത്വത്തിന്റെ രാജാവാണ്. ಯೇಸು ಸ್ವಾಮಿ ಮಹಿಮೆ ಅರಸನಾಗಿದ್ದಾನೆ. പക്ഷേ ആമേൻ സഹിക്കാൻ വന്ന സെർവന്റ് കൂടിയാണ്. ಆದರೆ ಆತನು ಸಹಿಸುವುದಕ್ಕಾಗಿ ಬಂದ ಒಂದು ಹಾಲೆಲೂಯ ಸರ್ವಂಟ್ ಕೂಡ ಆಗಿದ್ದಾರೆ. പ്രൈസ് ദി ലോർഡ്, ಆಮೆನ್, പ്രൈസ് ദി ലോർഡ്. ആമേൻ. യെശയ്യാ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാവും. യെശയ്യാ പ്രവാചന ഗ്രന്ഥ കലിബേ ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ഇതാಗಿದೆ ನನ್ನ ಹಾಲೆಲൂയ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന ദാസനോ, എന്റെ ആമേൻ പ്രൈസ് ദി ലോർഡ്, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വ്രതൻ.
ಹಾಲೆಲೂಯ ನನ್ನ ಹಾಲೆಲೂಯ ನಾನು ಮೆಚ್ಚಿಸುವ ನನ್ನ ಹಾಲೆಲೂಯ ದಾಸನು സ്തോത്രം. ആമേൻ Praise the Lord. ആമേൻ ഹല്ലേലൂയ. ഹല്ലേലൂയ അപ്പോൾ ഈ രണ്ട് ചിന്തകളിലൂടെ വിശ്വാസ ജീവിതം കടന്നു പോകുന്നത്. ಈ ಎರಡು ಚಿಂತಗಳಲ್ಲಿ ಆಗಿದೆ ವಿಶ್ವಾಸ ನಂಬಿಕೆ ಜೀವನ പലപ്പോഴും നമ്മുടെ ഉള്ളങ്ങളിൽ മുഴുവൻ ಹಲವಾರು ಸರಿ ನಮ್ಮ ಮನಸ್ಸು വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ನಂಬಿಕೆ ಜೀವನ ಅಂತ ഒരു ಹೇಳಿದ್ರೆ ഇമാജിനേഷൻ ലോകത്ത് നമ്മൾ അങ്ങനെ സന്തോഷപൂർവ്വം ജീവിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ಒಂದು ಇಮಾಜಿನೇಷನ್ ಲೋಕದಲ್ಲಿ ನಾವು ಸಂತೋಷವಾಗಿ ಜೀವನ അങ്ങനെയല്ല, ಮಾಡುವುದಾಗಿದೆ. അങ്ങനെയല്ല. ಹಾಗಲ್ಲ. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ದೇವರ ಚಿತ್ತವೇನೆಂದು ನಾವು ദൈവത്തിന്റെ വിളി നമ്മൾ തിരിച്ചറിയണം. ದೇವರ ಕರಿವಿಕೆ ನಾವು കർത്താവിന്റെ ತಿಳ್ಕೊಳ್ಳಬೇಕು. രാജ്യത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കണം. ಕರ್ತನ ರಾಜ್ಯಕ್ಕೋಸ್ಕರವಾಗಿ ನೀವು ಸಮರ್ಪಿಸಬೇಕು. ദൈവത്തിന്റെ വിളി നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ದೇವರ ಕರಿವಿಕೆ ನೀವು ಕೇಳ್ತಾ അടിയനീതാ, ಇದ್ದೀರಾ? ಹಾಲೆಲೂಯ. അടിയനെ അയക്കണമേ. ಆಮೆನ್. ನಾನು ಈಗ ഈ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ಈ ಶಬ್ದವನ್ನು ನಿಮಗೆ ಕೇಳಕ್ಕೆ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. ഉണ്ടാകಲಿ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ಎಲ್ಲರೂ ದೇವರಿಗೆ ಸ್ತೋತ್ರ ഹല്ലേലൂയ. ಆಮೆನ್. Praise the Lord. ಆಮೆನ್. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ആമേൻ. ಆಮೆನ್. സ്തോത്രം. നമ്മൾ ഈ വചനങ്ങൾ പഠിച്ചു വരുമ്പോൾ ಈ ವಾಕ್ಯವನ್ನು ನಾವು ಕಲಿತು ಬರಬೇಕಂದ್ರೆ കർത്താവ് എബ്രായലേഖനത്തില് നമ്മൾ 10-ാം തീയതി വായിച്ചു. ആ ഇഷ്ടത്തിൽ യേശു കർത്താവ് ഒരിക്കലായി ಇಬ್ರಿಯ ಪತ್ರಿಕೆ 10ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ಓದಿದ್ರಲ್ವಾ? സ്തോത്രം. അർപ്പിക്കപ്പെട്ട തന്റെ ശരീരയാഗത്താൽ നമ്മളെല്ലാവരും വിശുദ്ധീകരിച്ചു എന്നൊരു വാക്യം നമ്മൾ വായിച്ചല്ലോ. ಆಮೇಲೆ ಹಾಲೆಲೂಯ ತಾನು ಒಬ್ಬನೇ ಒಂದೇ ಸರಿ ಹಾಲೆಲೂಯ ಯಜ್ಞವಾಗಿ ಅರ್ಪಿಸಲ್ಪಟ್ಟ ತನ್ನ ಶರೀರದ ಕುರಿತಾಗಿ ನಾವು ಓದಿದ್ರಲ್ವಾ? സ്തോത്രം. ಯೇಸು ಕ್ರಿಸ್ತನು ಒಂದೇ ಸಾರಿ ದೇಹ ಸಮರ್ಪಣೆ ಮಾಡಿ ದೇವರ ಚಿತ್ತವನ್ನು ನೆರವೇರಿಸಿದ್ದರಿಂದಲೇ ನಾವು ಶುದ್ಧರಾದೆವು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. മുന്നേ കുറച്ചും കൂടെ വായിച്ചേ ബ്രദർ. ಇದಲ್ಲದೆ ಆ ಯಾಜಕರೆಲ್ಲರೂ ದಿನಾಲು ಸೇವೆ ಮಾಡುತ್ತಾ ಎಂದಿಗೂ ಪಾಪ ನಿವಾರಣೆ ಮಾಡಲಾರದಂತ ಒಂದೇ ವಿಧವಾದ ಯಜ್ಞಗಳನ್ನು ಪದೇ ಪದೇ ಸಮರ್ಪಿಸುತ್ತಾ ನಿಂತುಕೊಂಡಿರುವರು. ಆದರೆ ಈ ಯಾಜಕನು 10-ാം വാക്യം വായിച്ചാട്ടെ. 10-ാം വാക്യം. ಅದೇ ಯೇಸು ಕ್ರಿಸ್ತನು ಒಂದೇ ಸಾರಿ ದೇಹ ಸಮರ್ಪಣೆ ಮಾಡಿ ದೇವರ ಚಿತ್ತವನ್ನು ನೆರವೇರಿಸಿದ್ದರಿಂದ ദേവര ചിത്തം എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത് വന്നത്. ഓക്കെ, തമിഴിൽ എന്താ എഴുതിയിരിക്കുന്ന 10-ാം വാക്യത്തില്? അന്ത ചിത്തത്തിൻപടി അല്ലേ? അപ്പം ആ ഇഷ്ടത്താൽ എന്ന് എഴുതിയിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ യേശുവിൻ്റെ ശരീരം. ಈ ಯೇಸುವಿನ ಶರೀರವು ഇങ്ങനെ തകർക്കപ്പെടാനും ಈ ತರವಾಗಿ ಜಜ್ಜಲ್ಪಡುವುದಕ್ಕೂ ദണ്ഡിക്കപ്പെടാനും ಹಾಲೆಲೂಯ ಆ ತರವಾಗಿ ಶಿಕ್ಷೆ ಅನುಭವಿಸುವುದು, രോഗം വഹിക്കാനും ಹಾಲೆ ರೋಗವನ್ನು ಹೊಂದಿಕೊಳ್ಳುವುದು, പാപം വഹിക്കാനും ಪಾಪವನ್ನು ವಹಿಸಿಕೊಳ್ಳುವುದಕ್ಕೂ, ശാപം വഹിക്കാനും ಶಾಪವನ್ನು ಹೊತ್ತುಕೊಳ್ಳುವುದಕ್ಕೂ ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു ഈ ലോകത്തിന്റെ മുഴുവൻ കഷ്ടതകളും തന്റെ ശരീരത്തിൽ വഹിക്കുക എന്നുള്ളത്. ಹಾಲೆಲೂಯ. ಆ ಇಷ್ಟ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ ತಂದೆಯ ಇಷ್ಟವಾಗಿದ್ದು ಆತನು ಈ ಲೋಕದ ಪೂರ್ತಿಯಾಗಿದ್ದ ಪಾಪ ಭಾರಗಳನ್ನು ಹೊತ್ತಿಕೊಳ್ಳುವುದು ಎಂಬುದು. ಆಮೆನ್. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ನಾವು ಅದನ್ನೇ ಕುರಿತಾಗಿ ಚಿಂತೆ ಮಾಡುವಾಗ പാപരഹിതനായി യേശു ജനിച്ചു. ಪಾಪ ಇಲ್ಲದಿರುವನಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನು ಹುಟ್ಟಿದನು. സ്തോത്രം. ആമേൻ. പാപരഹിതമായ ആ ശരീരത്തിൽ പാപരഹിതವಾದ ಆತನ ಶರೀರದಲ್ಲಿ യേശു എന്ന് ക്രൂശീകരണത്തിന് വേണ്ടി തന്നെ ഏൽപ്പിക്കുന്ന നിമിഷം മുതൽ ಹಾಲೆಲೂಯ ತನ್ನ ಸಿಲುಬೆಯ ಮರಣಕ್ಕೋಸ್ಕರವಾಗಿ ಆತನನ್ನು ಸಮರ್ಪಿಸಿದ ಆವಾಗಲಿಂದ അത് എവിടെ വെച്ചാണെന്നറിയോ തീരുമാനിക്കുന്നത്? ಅಲ್ಲಿ എപ്പോഴാ തീരുമാനിക്കുന്നത് ಅದು അറിയാമോ? ಯಾವಾಗ ಆಗಿದೆ ಆ ತೀರ್ಮಾನ ತಗೊಳ್ಳೋದು ಗೊತ್ತಾ? ഗസ്മേന തോട്ടത്തിൽ വെച്ച്. ಅಲ್ಲಿ ಗೆತ್ಸೆಮನೆ ತೋಟದಲ್ಲಿ പിതാവേ, എന്റെ ഇഷ്ടമല്ല ತಂದೆಯೇ ನನ್ನ ಚಿತ್ತವಲ್ಲ, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ಹಾಲೆಲೂಯ ನಿನ್ನ ಚಿತ್ತವು ನನ್ನಲ್ಲಿ ನೆರವೇರಲಿ. സ്തോത്രം. ಆಮೆನ್. അപ്പോൾ മുതൽ ಆಗಲಿಂದ ലോകത്തിന്റെ പാപങ്ങൾ മുഴുവൻ താൻ ഏറ്റെടുക്കാൻ വേണ്ടി പ്രിപ്പറേഷൻ ആയി കഴിഞ്ഞിരുന്നു. ಆಮೇಲೆ ಲೋಕದ ಪಾಪಗಳನ್ನು ಪೂರ್ತಿಯಾಗಿ അതിനുവേണ്ടി യേശു വന്നത്. യേശു വന്നതിനു വേണ്ടിയാ. ಯೇಸು ಸಮಯ ಬಂದಿದೆ ಅದಕ್ಕೋಸ್ಕರ. പക്ഷെ ആ നിമിഷം മുതൽ ಆದ್ರೆ ಆ ആ ನಿಮಿಷದಿಂದ ശരീരത്തിനകത്ത് നിന്ന് രക്തം വേർപ്പുതുള്ളികളായി പുറത്തൊരിയാണെന്ന്. ಹಾಲೆಲೂಯ ಆತನ ಶರೀರದಿಂದ ರಕ್ತವನ್ನು ಹಾಲೆಲೂಯ ಬೇವರಾಗಿ ಬೀಳೋದಕ್ಕೆ ಕಾರಣವಾಗಿದೆ. സ്തോത്രം. ಆಮೆನ್. അപ്പോൾ അവിടെയാണ് യേശു പറയുന്നത്, ಅಲ್ಲಿ ಆಗಿದೆ ಯೇಸು ಸ್ವಾಮಿ ಹೇಳ್ತಾ എന്റെ ಇರುವುದು, ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ಆಮೇಲೆ ನನ್ನ ಚಿತ್ತವಲ್ಲ ನಿನ್ನ ಚಿತ್ತವೇ ನೆರವೇರಲಿ ಸ್ವಾಮಿ ಎಂದು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ആമേൻ. അങ്ങനെ പിതാവ് ആഗ്രഹിച്ച പ്രകാരം പൂർത്തി പുത്രൻ ഈ ലോകത്ത് ജീവിച്ചു. ಆ ತರವಾಗಿ ತಂದೆಯು ಇಚ್ಛೆಪಟ್ಟಿದ್ದ ರೀತಿಯಲ್ಲಿ ಕುಮಾರನು ಪೂರ್ತಿಯಾಗಿ ತನ್ನ ಜೀವನವನ್ನು ಈ ಭೂಮಿಯಲ್ಲಿ ಜೀವನ ಮಾಡಿದನು. ഇനി നമ്മളോട് ദൈവം പറയുന്നത്, ಅಲ್ಲಲ್ಲಿ ಹೀಗೆ ದೇವರು ನಮ್ಮೊಟ್ಟಿಗೆ ಹೇಳ್ತಾ ಇರುವುದು, ദൈവ ഇഷ്ടം ചെയ്ത് നമ്മളും വാഗ്ദത്തം പ്രാപിക്കണം. ಆಮೇಲೆ ದೇವರ ಚಿತ್ತವನ್ನು ಮಾಡಿ ನಾವು ಕೂಡ ದೇವರ ಹಾಲಲ್ಲಿ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ 35 മുതലുള്ളതാണെന്ന് തോന്നുന്നു. ಇಬ್ರಿಯ ಪತ್ರಿಕೆ 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ಇಬ್ರಿಯ ಪತ್ರಿಕೆ 10ನೇ ಅಧ್ಯಾಯ 32 ವಾಕ್ಯಗಳು ನಾವು ಓದೋಣ. വായിച്ചാട്ടെ. 10:32 മുതൽ. ആ ആ ആ ആ ಕೆಲವು ಸಾರಿ ನೀವು ನಿಂದನೆಗಳನ್ನು ಕಷ್ಟಗಳನ್ನು ആ ಅನುಭವಿಸಿ ആ ಹಾಸ್ಯಕ್ಕೆ ಗುರಿಯಾಗಿರಿ. ആ ಕೆಲವು ಸಾರಿ ಅಂಥವುಗಳನ್ನು ಅನುಭವಿಸುವುದರಲ್ಲಿ ಆ. ಸೇರಿದವರಾಗಿದ್ದು ಆ. ಕಷ್ಟಾನುಭವಿಗಳಾಗಿದ್ದೀರಿ. ആ ಬೆಳಕನ್ನು ಬೇಡಿಗಳನ್ನು ಹಾಕಿಸಿಕೊಂಡವರ ಕಷ್ಟವನ್ನು ആ ನೋಡಿ ಅವರ ಸಂಗಡ ನೀವು ದುಃಖಪಟ್ಟದ್ದಲ್ಲದೆ ആ ನಮಗೆ ಉತ್ತಮವಾಗಿಯೂ ಸ್ಥಿರವಾಗಿಯೂ ಇರುವ ಆಸ್ತಿ ಉಂಟೆಂದು ಆ. ಚೆನ್ನಾಗಿ ಅರಿತುಕೊಂಡು ಆ. ನಿಮ್ಮ ಸೊತ್ತನ್ನು ಸುಲುಕೊಳ್ಳುವವರಿಗೆ ಆ. ಸಂತೋಷದಿಂದ ಬಿಟ್ಟಿರಿ. ആ ಹಾಗಾದರೆ ನಿಮ್ಮ ಧೈರ್ಯವನ್ನು ಬಿಡಬೇಡಿರಿ. ആ ಅದಕ್ಕೆ ಮಹಾ ಪ್ರತಿಫಲವುಂಟು. ആ ದೇವರ ಚಿತ್ತವನ್ನು ನೆರವೇರಿಸಿ ವಾಗ್ದಾನದ ಫಲವನ್ನು ಹೊಂದಬೇಕಾದರೆ ആ ನಮಗೆ ತಾಳ್ಮೆ ಬೇಕು. പ്രൈസ് ദി ലോർഡ്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ದೇವರ ಚಿತ್ತವನ್ನು ನೆರವೇರಿಸಿ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ದೇವರ ಚಿತ್ತವನ್ನು ಮಾಡಿ വാഗ്ദത്തം പ്രാപിപ്പാൻ ವಾಗ್ದತ್ತಗಳನ್ನು ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೆ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്. ತಾಳ್ಮೆ ನಮಗೆ ಅವಶ್ಯಕತೆ. എങ്ങനെയാണ് നമ്മൾ വാഗ്ദത്തം പ്രാപിക്കേണ്ടത്? ಹೇಗಾಗಿದೆ ನಾವು ವಾಗ್ದತ್ತಗಳನ್ನು എങ്ങനെയാണ് ಹೊಂದಿಕೊಳ್ಳುವುದು? വാഗ്ദത്തം പ്രാപിക്കേണ്ടത്? ಹೇಗೆ ನಾವು ವಾಗ್ದಾನಗಳು ಹೊಂದಿಕೊಳ್ಳೋದಕ್ಕೆ ಸಾಧ್ಯ? ദൈവ ഇഷ്ടം ചെയ്ത്. ದೇವರ ಚಿತ್ತವನ್ನು ಮಾಡಿ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാരും മടുത്തെന്ന് തോന്നുന്നു. ಎಲ್ಲರೂ ഇരിപ്പ് ಸುಸ್ತಾಗಿದೆ. കണ്ടിട്ട്. ಬೇಸರ പ്രൈസ് ദി ಪಡ್ತಾರೆ. ലോർഡ്. ಆಮೆನ್. എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഫീഡ് വായിക്ക് ഇങ്ങോട്ട് ഇച്ച് കൂടുതലുണ്ട് മക്കളെ. നിങ്ങൾ ആ ഓഡിയൻസിലേക്ക് കുറച്ച് കൂടി വെച്ചാൽ നല്ലതാണ്. ഇങ്ങോട്ട് കൂടുതലാണ്. ഇവരെങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇവിടെ കുറച്ചിട്ട് അങ്ങോട്ട് കൂട്ടി വെക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളുടെ പ്രതികരണത്തിലൂടെ മാത്രമേ ഇതൊരു പ്രത്യേക വചനമാണ്. ഈ എന്ന് പറഞ്ഞാൽ കുറച്ച് തീവ്രമായ ഒരു വിഷയമായിരുന്നു. ಆಮೇಲೆ ಬಹಳ എനിക്ക് ತೀವ್ರವಾದ ಒಂದು ವಿಷಯವಾಗಿದೆ ಇದು. ഈ സമയം കൊണ്ട് ഇത് പറഞ്ഞു തീർക്കാനും പറ്റിയല്ല. ಇದು ಇಷ್ಟು ಸಮಯ ಒಳಗಡೆ ಅದು ಮುಗಿಸೋದಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. എന്നാൽ തിരുവചനം നമ്മോട് പറയുന്നത്, ಆದ್ರೆ ದೇವರ ವಾಕ್ಯವು ನಮ್ಮೊಟ್ಟಿಗೆ ಹೇಳ್ತಾ ಇರುವುದು, ആമേൻ, ഈ ആരംഭകാലത്തിലെ ഭക്തന്മാർ ಅಲ್ಲಿ ಪ್ರಾರಂಭ ಕಾಲದಲ್ಲಿ ಆದಿಕಾಲದಲ್ಲಿ വലിയ ಭಕ್ತರು കഷ്ടം സഹിച്ച് ಬಹಳ ಕಷ್ಟವನ್ನು ಸಗಿಸಿ സ്വർഗത്തിലെ ഉത്തമ സമ്പത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. ಪರಲೋಕದಲ್ಲಿರುವ ಉತ್ತಮವಾದ ಸಂಪತ್ತಕ್ಕೋಸ್ಕರವಾಗಿ ಅವರು ಕಾಯುತ್ತಾ ಇದ್ರು. സ്തോത്രം. ಆಮೆನ್. നമ്മോട് കർത്താവിന്റെ വചനം എന്താ പറയുന്നേ? ನಮ್ಮ ಹತ್ರ ಕರ್ತನ ವಾಕ್ಯ ಏನಾಗಿದೆ ಹೇಳ್ತಾ ಇರುವುದು, നിങ്ങളും ನೀವು ആമേൻ ദൈവേഷ്ടം ചെയ്ത് ದೇವರ ಚಿತ್ತವನ್ನು ಮಾಡಿ വാഗ്ദത്തം പ്രാപിക്കണം. ವಾಗ್ದಾನಗಳನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕು. എന്തൊക്കെയാണ് ദൈവേഷ്ടം? ಏನೇನಾಗಿದೆ ದೇವರ ಚಿತ್ತ? കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ಕರ್ತನು ಪ್ರಾರ್ಥನೆಯನ್ನು ಕಲಿಸಿಕೊಡುವಾಗ ಹೀಗೆ ಹೇಳಿದನು, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ನಿನ್ನ ಚಿತ್ತವು ಪರಲೋಕದಲ್ಲಿ ಇರುವಂತೆ ಭೂಮಿಯಲ್ಲಿ ನೆರವೇರಲಿ. ദൈവത്തിന്റെ ഹൃദയം എന്താണോ ಆಮೇಲೆ ದೇವರ ಹೃದಯವು ಏನಾಗಿದೆ അത് മാത്രമാണ് സ്വർഗത്തിൽ നടക്കുന്നത്. ಆಮೇಲೆ ಹಾಲಲ್ಲಿ ಆತನ ಚಿತ್ತ ಮಾತ್ರವಾಗಿದೆ ಪರಲೋಕದಲ್ಲಿ ನಡೆಯುವುದು. യേശു പറഞ്ഞത്, ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ್ದು, ദൈവത്തിന്റെ ഹൃദയം എന്താണോ ದೇವರ ಹೃದಯವು അത് ಏನಾಗಿದೆಯೋ മാത്രം ഭൂമിയിൽ നടക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ಅದು ಮಾತ್ರವನು ಆ ಚಿತ್ತ ಮಾತ್ರ നിന്റെ ಭೂಮಿ ഇഷ്ടം ನೆರವೇರಿಕೆಯನ್ನು ಮಾಡಿ ಪ್ರಾರ್ಥನೆ സ്വർഗത്തിൽ ಮಾಡಬೇಕು. ആയിരിക്കുന്ന പോലെ ഭൂമിയിൽ നടക്കണം. ನಿನ್ನ ಚಿತ್ತವು ಪರಲೋಕದಲ್ಲಿ ಹಾಗೆ ಇರುವ ರೀತಿಯಲ್ಲಿನೇ ಭೂಮಿಯಲ್ಲಿ ഇനി പെട്ടെന്ന് ചില വചനങ്ങൾ പറയുകയാണ്. ನಾವು ಬೇಗನೆ ಸ್ವಲ್ಪ ವಾಕ್ಯಗಳು ಹೇಳಿಕೊಳ್ಳೋಣ. ആമേൻ. തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ತೆಸಲೋನಿಕೆ ಪತ್ರಿಕೆಯಲ್ಲಿ ಹೀಗೆ ಬರೆದಿದ್ದಾರೆ. വായിക്കണ്ട, ಓದಬೇಕಾಗಿಲ್ಲ, വായിക്കാൻ പോയ സമയമില്ല. 10:30 ആയി കഴിഞ്ഞു. ಓದಕ್ಕೆ ಸಮಯವಿಲ್ಲ. ദൈവത്തിന് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ಆಮೇಲೆ ಶ್ರದ್ಧೆಯಿಂದ ಇರ್ರಿ. ദൈവത്തിന്റെ ഇഷ്ടമോ ದೇವರ ಚಿತ್ತವು നിങ്ങളുടെ ശുദ്ധീകരണം അത്രേ. ನಿಮ್ಮ ಶುದ್ಧೀಕರಣವಾಗಿದೆ. 2:4 വാക്യമാണ് എഴുതിയിരിക്കുന്നത്. 2ನೇ ಅಧ್ಯಾಯ 4ನೇ ವಾಕ್ಯ. തിമോത്തിയുടെ 10 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ತಿಮೋತಿಯ ಪತ್ರಿಕೆಯಲ್ಲಿ ಹೀಗೆ ಬರೆದಿದ್ದಾರೆ, സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ಸಕಲ ಮನುಷ್ಯರ ರಕ್ಷಣೆ ಹೊಂದಬೇಕು ಎಂದು ദൈവത്തിന്റെ ഇഷ്ടമാണ്. ದೇವರ ಚಿತ್ತವಾಗಿದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ಯೋವಾನ್ ಬರೆದ ಸುವಾರ್ತೆ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಹೀಗೆ ಬರೆದಿದ್ದಾರೆ, ആമേൻ,
ആമേൻ അയക്കപ്പെട്ട് നീ വിശ്വസിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. യേശു വിശ്വസിക്കുക. ಆಮೇಲೆ ಕೊಡಲ್ಪಟ್ಟವನಲ್ಲಿ ನಂಬುವುದು ಎಂದು ದೇವರ ಚಿತ್ತವಾಗಿದೆ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശ്രദ്ധിക്കുക, ಅಲ್ಲಿ ಶ್ರದ್ಧೆಯಿಂದ എല്ലാ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. എല്ലാ മനുഷ്യരും രക്ഷಣೆ ಹೊಂದುವುದು ದೇವರ നിങ്ങളുടെ ಚಿತ್ತವಾಗಿದೆ. വിശുദ്ധീകരണം ദൈവത്തിന് ഇഷ്ടമാണ്. ನಿಮ್ಮ ಶುದ್ಧೀಕರಣವು ಯೇಸು ಸ್ವಾಮಿಗೆ ಇಷ್ಟನೇ. യേശുവിനെ വിശ്വസിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. ಯೇಸು ಸ್ವಾಮಿಯಲ್ಲಿ ನಂಬುವುದು ದೇವರಿಗೆ ಇಷ್ಟವೇನೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത ഒരു പദത്തിലേക്ക് കൂടെ വരാം. ಇನ್ನೊಂದು ವಾಕ್ಯಕ್ಕೆ ಬರೋಣ. ആമേൻ. പെട്ടെന്ന് വായിക്കാം. ಬೇಗನೆ ಓದೋಣ. തെസ്സലോനിക്കർക്കാണ് 5:12 തെസ്സലോനിക്ക പത്രിക മുതലുള്ള വാക്യങ്ങൾ. അതിനകത്ത് പ്രത്യേകമായി ചില ഇഷ്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച് വായിച്ചാട്ടെ, ഉറക്കെ വായിച്ചാട്ടെ. വായിച്ചോ. 1 തെസ്സലോനിക്കർ 5:12 മുതലുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 1 തെസ്സലോനിക്കലേഖനം 5:12. ಸಹೋದರರೇ, ಯಾರು ನಿಮ್ಮಲ್ಲಿ ಪ್ರಯಾಸಪಟ್ಟು ಕರ್ತನ ಕಾರ್ಯಗಳಲ್ಲಿ ನಿಮ್ಮ ಮೇಲೆ ಮುಖ್ಯಸ್ಥರಾಗಿದ್ದು ನಿಮಗೆ ಬುದ್ಧಿ ಹೇಳುತ್ತಾರೋ ಅವರನ್ನು ಲಕ್ಷಿಸಿ ಅವರ ಕೆಲಸದ ನಿಮಿತ್ತ ಅವರನ್ನು ಪ್ರೀತಿಯಿಂದ ಬಹಳವಾಗಿ ಸನ್ಮಾನ ಮಾಡಬೇಕೆಂದು ನಿಮ್ಮನ್ನು ಬೇಡಿಕೊಳ್ಳುತ್ತೇವೆ. ഒന്നാമത്തെ ദൈവത്തിന്റെ ഇഷ്ടം, ಒಂದನೇ ದೇವರ ಚಿತ್ತವು ദൈവ വേല ചെയ്യുന്നവരെ, ದೇವರ ಸೇವೆಯನ್ನು ಮಾಡುವವರನ್ನು അവരുടെ വേലയും പ്രയത്നവും നിമിത്തം ഏറ്റവും ಸ್ನೇಹത്തോടെ വേലക്കാരെ വിചാരിക്കണം. ಆಮೇಲೆ ಅವರ ಸೇವೆಯು ಅವರ ಪ್ರಯತ್ನವು ಮೂಲಕವಾಗಿ ಬಹಳ ಇಷ್ಟದಿಂದ ಅವರನ್ನು ನೋಡಬೇಕು ಎಂಬುದಾಗಿ. രണ്ടാമത്തേത്, ಎರಡನೇದಾಗಿ തമ്മിൽ ಸಮಾಧಾನത്തോടെ ಇರಿക്കണം. ಅಲ್ಲ, ನೀವು ಆ ಕಡೆ ಈ ಕಡೆ ಅನ್ಯೋನ್ಯದಿಂದ ಇರಬೇಕು. മൂന്നാമത്തേത്, ಮೂರನೇದು ആമേൻ, ക്രമം കെട്ടവരെ ബുദ്ധി പഠിപ്പിക്കണം. ಆಮೇಲೆ ಕ್ರಮ ತಪ್ಪಿ ಹೋಗಿ ಬುದ್ಧಿ ಉಪದೇಶ ಮಾಡಬೇಕು. സ്തോത്രം. ಆಮೇಲೆ അടുത്തത്, നാലാമത്തേത്, ನಾಲ್ಕನೇದು, ഉൾക്കരുത്തില്ലാത്തവരെ ബലപ്പെടുത്തണം. ಹಾಲೆಲೂಯ. ಮನದಲ್ಲಿ ಬಲವಿಲ್ಲದಿರುವವರನ್ನ ನೀವು ಹಾಲೆಲೂಯ ಬಲಪಡಿಸಬೇಕು. ബലഹീനരെ താങ്ങണം. ಬಲಹೀನರನ್ನು ನೀವು ಹಾಲೆಲೂಯ ಅವರಿಗೆ ಸಹಾಯವನ್ನು ಮಾಡಬೇಕು. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. ಎಲ್ಲರ ಹತ್ರನೂ ನೀವು ದೀರ್ಘ ಕ್ಷಮೆಯನ್ನು ತೋರಿಸಬೇಕು. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കണം. ಕೆಟ್ಟದಕ್ಕೂ ಬದಲು ಯಾರು ಕೆಟ್ಟದು ಮಾಡಬಾರದು. സ്തോത്രം. ಆಮೆನ್. ആമേൻ. എല്ലാവരും ഒരാൾക്കൊരാൾക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവരും ಆ ಕಡೆ ಅನ್ಯೋನ್ಯವಾಗಿ ಒಳ್ಳೆತನಗಳು ಮಾಡಬೇಕು. എപ്പോഴും സന്തോഷിക്കണം. ಯಾವಾಗಲೂ ಸಂತೋಷ ಪಡಬೇಕು. ഇടവിടാതെ പ്രാർത്ഥിക്കണം. ಇಡಬಿಡದೆ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ಎಲ್ಲದಕ್ಕೂ ಸ್ತೋತ್ರವನ್ನು ಹೇಳಬೇಕು. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. ಇದಾಗಿದೆ ನಿಮ್ಮನೆ ಕುರಿತಾಗಿ ಕ್ರಿಸ್ತು ಯೇಸುವಿನಲ್ಲಿ ದೇವರ ಚಿತ್ತವು. 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. 12 18 ವರೆಗೆ ಇರುವ ವಾಕ್ಯಗಳು ಅಂಡರ್ಲೈನ್ ಮಾಡಿಕೊಳ್ಳಿ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും കിട്ടിയല്ലോ വചനം? ಎಲ್ಲರಿಗೂ ಸಿಕ್ಕಿದೆ ಅಲ್ಲ? ആമേൻ. ഇനി ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ಇನ್ನೊಂದು ಸರಿ ಹೇಳ್ತೀವಿ. പുത്രനിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ಆಮೇಲೆ ಕುಮಾರನಲ್ಲಿ ನಂಬುವುದಾಗಿದೆ ದೇವರ ಚಿತ್ತವು. എല്ലാവരും രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ಎಲ್ಲರೂ ರಕ್ಷಣೆ ಹೊಂದುವುದು ದೇವರ ಚಿತ್ತವಾಗಿದೆ. സ്തോത്രം. നിങ്ങളുടെ ശുദ്ധീകരണം ദൈവത്തിന് ഇഷ്ടമാണ്. ನಿಮ್ಮ ಶುದ್ಧೀಕರಣವು ದೇವರದ ಚಿತ್ತವಾಗಿದೆ. ഇനി തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന ಇನ್ನು ತೆಸಲೋನಿಕೆ ಪತ್ರಿಕೆಯಲ್ಲಿ 10 ಬರೆಯಲ್ಪಟ್ಟಿದೆ കൂട്ടം കാര്യങ്ങൾ ദൈവേഷ്ടത്തിൽപ്പെടുന്നു. 10 ವಿಧವಾದ ವಿಷಯಗಳು ದೇವರ ಚಿತ್ತದಲ್ಲಿ ಪಟ್ಟದೆ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ ರೋಮ ಪತ್ರಿಕೆಯಲ್ಲಿ ಬರಿಬೇಕಂದ್ರೆ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ಹೀಗೆ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ആമേൻ. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അത് ദൈവത്തിന് പ്രസാദകരമാണ്. ಆಮೇಲೆ ನಿಮ್ಮ ಮನಸ್ಸನ್ನು ಹುದುಗಿಸಿ ರೂಪಾಂತರ ಹೊಂದಬೇಕು. ಅದು ದೇವರ സ്തോത്രം. ಚಿತ್ತವಾಗಿದೆ ಎಂದು. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. അപ്പോൾ ഇങ്ങനെയുള്ള ദൈവേഷ്ടം ചെയ്ത് ಈ ತರವಾಗಿರುವ ದೇವರ ಚಿತ್ತವನ್ನು ಮಾಡಿ എബ്രായ ലേഖനത്തിൽ പറഞ്ഞ പ്രകാരം ಇಬ್ರಿಯ ಪತ್ರಿಕೆಯಲ್ಲಿ ಬರೆದಿದ್ದ ಪ್ರಕಾರ വാഗ്ദാനം നമ്മൾ പ്രാപിക്കണം. ಆಮೇಲೆ ಹತ್ತರವಾಗಿ ವಾಗ್ದಾನಗಳು ನಾವು വാഗ്ദാനം ಹೊಂದಿಕೊಳ್ಳಬೇಕು. ഈ ലോകത്തിലുമുണ്ട്, ವಾಗ್ದಾನಗಳು ಈ ಲೋಕದಲ್ಲಿಯೂ ಉಂಟು, നിത്യതയുമുണ്ട്. ಆಮೇಲೆ ನಿತ್ಯದಲ್ಲೂ ಉಂಟು. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സഹിച്ചാൽ കൂടെ വാഴും. ಆಮೇಲೆ ನಾವು ಸಗಿಸಿಕೊಂಡ್ರೆ ನಾವು ಜೊತೆಯಲ್ಲಿ എന്റെ ಬಾಳುತ್ತದೆ. ശുശ്രൂഷക്കാരൻ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കും. ಆಮೇಲೆ ನನಗೆ ಶುಶ್ರೂಷೆ ಮಾಡುವವನು ನಾನು ಇರುವ ಜಾಗದಲ್ಲಿ Praise the ಇರ್ತಾರೆ. Lord. ಆಮೇಲೆ ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ഞാൻ ಮಹಿಮೆ. ഒന്നുകൂടെ പറയാം. ನಾನು ಇನ್ನೊಂದು ಸರಿ ಹೇಳ್ತೀವಿ. ആമേൻ. കാൽവരി ക്രൂശോളം ಕಲವಾರಿ ಸಿಲುವೆ ಬರೆಗೆ ബെത്ലഹേം മുതൽ
ബെത്ലഹേമിൽ കാൽവരി ക്രൂശോളം കലുവാരിക്ക് സിലുവേ യേശു സഹിച്ച പാടുകൾ യേശു സ്വാമി സഹിಸಿದ ಬಾರುಗಳು ദൈവേഷ്ടം ചെയ്യലായിരുന്നു. ದೇವರ ಇಷ್ಟವನ್ನು നമ്മൾ ಮಾಡಿಕೊಂಡು ദൈവേഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ನಾವು ದೇವರ ಇಷ್ಟವನ್ನು ಮಾಡಿಕೊಳ್ಳೋದಕ್ಕೆ ಇಚ್ಛೆ നമ്മളെ ಪಡ್ತಾ ಇದ್ದರೆ സമർപ്പിക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. ನಮ್ಮನ್ನು ಸಮರ್ಪಿಸಬೇಕಾಗಿರೋದು ദൈവമേ ಅವಶ್ಯಕತೆ. നിന്റെ ഹിതം എന്താണ്? ದೇವರೇ ನಿನ್ನ ಇಚ್ಛೆ ദൈവമേ ಏನಾಗಿದೆ? നിന്റെ ഹിതം എന്താണ്? ದೇವರೇ ನಿನ್ನ ಇಚ್ಛೆ ಏನಾಗಿದೆ? അടിയനീതാ, ಆಮೇ ನಿಮ್ಮ ಹಿತವು അടിയനെ അയക്കണം. ಆಮೇ ನಾನಿದು ನನ್ನನ್ನು ಕಳಿಸಬೇಕು. സ്തോത്രം, ಆಮೇ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ಆಮೇ ഹോമയാഗവും ഹനനയാഗവും നീ ഇച്ഛിച്ചില്ല. ಹೋಮ ಯಜ್ಞವು ಹನನ ಯಜ್ಞವು ನೀನು ಇಚ್ಛಿಸಲಿಲ್ಲ. സ്വർഗത്തിന്റെ മണിമുഖരമായ ಆದರೆ ಹಾಲೆಲೆ ಪರಲೋಕದ ಕುಮಾರ ദൂതന്മാർ ആരാധിച്ചിരുന്ന ಆಮೇ ದೂತರುಗಳು പരിശുദ്ധത്തിൽ പരിശുദ്ധനായിരുന്ന ಪರಿಶುದ್ಧರಲ್ಲಿ ಪರಿಶುದ್ಧನಾಗಿರುವ ദൈവത്തിന്റെ ഓമനകുമാരൻ ದೇವರದ ಓಮನ ಕುಮಾರ മാനവരൂപം താളി ಆಮೇ ಮಾನವ ഈ ലോകത്തിൽ നടന്ന് ಈ ಲೋಕದಲ್ಲಿ പിതാവിന്റെ ഇഷ്ടപ്രകാരം ಚಿತ್ತ ಪ್ರಕಾರ ജനനം മുതൽ കഷ്ടം സഹിച്ച് ಆಮೇ ಜನರದಲ್ಲಿನ ಕಷ್ಟ കാൽവരി ക്രൂശോളം കടന്നു പോകണമെന്ന് ಕಲುವಾರಿ ಸಿಲುವೆವರೆಗೆ അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ಆತನ ನಮ್ಮ ಪಾಪಗಳಿಗೋಸ್ಕರವಾಗಿ അകൃത്യയാഗമായി തീർന്നിട്ട് ಅಗತ್ಯ ಯಜ್ಞವಾಗಿ അവന് ജനത്തെ ಮಾರ್ಪಟ್ಟು കാണണമെന്നും ಆತನ ಜಡವನ അവൻ ഹനനയാഗവും ಆತನ സർവാംഗ ഹോമയാഗവും ಸರ್ವಾಂಗ ಹೋಮ സമാധാനയാഗവും ಸಮಾಧಾನ ಯಜ್ಞವು ദൈവത്തിന് പ്രസാദകരമായ ಆಮೇ ದೇವರಿಗೆ ಪ್ರಸಾದಕರವಾಗಲಿಲ್ಲ ആമേൻ ദഹനയാഗവും ಆಮೇ സൗരഭ്യവാസനയും ആയി തീരണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിച്ചു. ತಂದೆಯಾಗ ದೇವರು പുത്രനായ യാഗമെല്ലാം ആയി തീർന്നു. ಆಮೇ ಹಾಲು എന്തിനു വേണ്ടി? ಆಗಪಟ್ಟಿದ್ದು പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി. ಏನಕ್ಕೋಸ್ಕರವಾಗಿ ತಂದೆಯ ಚಿತ್ತವನ್ನು ನೆರವೇರಿಸುವುದಕ್ಕೋಸ್ಕರ യേശു ഇങ്ങനെ പറഞ്ഞു, ಯೇಸು ಹೀಗೆ ಹೇಳಿದರು, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് ನನ್ನ ತಂದೆಯ ಚಿತ್ತವನ್ನು എന്റെ ನೆರವೇರಿಸುವ ആഹാരം. ನನ್ನ ಆಹಾರ. നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്. ನೀವು ತಿಳಿದುಕೊಳ್ಳದಾರದ എന്റെ ಆಹಾರ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് ನನ್ನ ತಂದೆಯ ಚಿತ್ತವನ್ನು എന്റെ ನೆರವೇರಿಸುವುದೇ ആഹാരം. ನನ್ನ എന്റെ ಆಹಾರವಾಗಿದೆ. ദൈവമായ കർത്താവേ, ನನ್ನ ತಂದೆಯಾದ ഞങ്ങളുടെ ಕರ್ತನು ആഹാരം ನನ್ನ ಆಹಾರವು നിന്റെ ഇഷ്ടം ചെയ്യുന്നതാകട്ടെ. ನಿನ್ನ ಚಿತ್ತವನ್ನು ನೆರವೇರಿಸುವುದೇ. നിന്റെ ഹൃദയം ഞങ്ങളെ വെളിപ്പെടുത്തി തരണമേ. ಆಮೇ ನನ್ನ നിന്റെ ഹൃദയം ഞങ്ങൾ കാണിച്ചു തരണമേ. ನಿನ್ನ ಹೃದಯವು ನಮಗೆ നിന്റെ ഇഷ്ടം ഞങ്ങൾക്ക് കാണിച്ചു ನಿನ್ನ തരണമേ. ಚಿತ್ತವು ನಮಗೆ അതേ പ്രകാരം നടക്കുവാൻ ಅದೇ ಪ್ರಕಾರವಾಗಿ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ. ನಮಗೆ ಕೃಪೆ ಕೊಡಿ ಎಂದು എന്ന് നമുക്ക് ಬೇಡಿಕೊಳ್ಳುತ್ತೇನೆ. പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം എല്ലാവരും സമർപ്പിച്ചാൽ ಒಂದು ನಿಮಿಷ ಎಲ್ಲರೂ ഉടമന ಸಮರ್ಪಿಸಿರಿ. സമ്പല രഹസ്യാര കടയ പ്രബല കടയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറബല ശബലാര കടക ജലകടയ പ്രബല ശബല കടയ അസ്തമാന കടയ പ്രബല ശബല കടയ. എത്ര പേര് എനിക്ക് അറിഞ്ഞുകൂടാ ദൈവം എങ്ങനെയാണ് നിങ്ങളോട് ഇടപെട്ടതെന്ന്. ಎಷ್ಟು ಜನರ ಹತ್ರ ದೇವರು ಹೇಗೆ ಮಾತಾಡಿದೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ. എനിക്കൊരു ക്രമീകരിച്ച ഒരു വിഷയമായിട്ട് അത് പറഞ്ഞില്ല എന്ന് എനിക്ക് അറിയാം. ಆಮೇ ಒಂದು ಕ್ರಮೀಕರಣವಾಗಿ എങ്കിലും ವಿಷಯಗಳು ಹೇಳಿಲ್ಲ. ദൈവത്തിന്റെ ನನಗೆ ಗೊತ್ತು. ആത്മാവിനോട് ഇടപെട്ട വിഷയങ്ങൾ ಆದ್ರೆ ದೇವರಾತ್ಮನ ನನ್ನೊಟ್ಟಿಗೆ ಮಾತಾಡಿದ ഞാൻ ഇവിടെ ವಿಷಯಗಳು നിങ്ങളെ ನಾನು അറിയിക്കുകയായിരുന്നു. ನಿಮ್ಮೊಟ್ಟಿಗೆ ತಿಳಿಸಿಕೊಡ್ತಾ ಇದೆ. ഇന്ന് പകൽക്കാലം ಇವತ್ತಾಗಲಿತ್ತಿನ സ്വർഗം ವೇಳೆಯಲ್ಲಿ വിട്ട് ಪರಲೋಕವನ್ನು ഈ ಬಿಟ್ಟು താഴ ലോകത്തിലേക്ക് ಈ ಕಳೆ ಭೂಮಿಗೆ പുത്രൻ ഇറങ്ങി വന്നെങ്കിൽ ಪುತ್ರನು ಇಳಿದು ಬಂದರೆ അടിയൻ ഇതാ ಅಲ್ಲಿ ಅಡಿಯನು ಹೇಗೋ ദാസനായി ಅಲ್ಲಿ ದಾಸನಾಗಿ അടിമയായി ಅಲ್ಲಿ ಗುಲಾಮನಾಗಿ മനുഷ്യപുത്രനായി ಮನುಷ್ಯ ಕುಮಾರನಾಗಿ പിതാവിന്റെ വേല ചെയ്യുവാൻ ತಂದೆಯ ಸೇವೆಯನ್ನು ಮಾಡದಕ್ಕಾಗಿ പുത്രൻ ഇറങ്ങി വന്നെങ്കിൽ ಕುಮಾರನು ಇಳಿದು ഇന്ന് ಬಂದರೆ പകൽക്കാലം അതേ ശബ്ദം തന്നെ കേൾക്കുകയാണ്. ಇವತ್ತು ಹಾಲಲ್ಲಿ ಯೇಸು ആർ ಕ್ರಿಸ್ತನ എനിക്ക് വേണ്ടി പോകും? ಯಾರು ನನಗೋಸ್ಕರವಾಗಿ ദൈവത്തിന്റെ ಹೋಗ್ತಾರೋ? ചിത്തം നിറവേറ്റുവാൻ, ದೇವರ ಚಿತ್ತವನ್ನು സ്വർഗത്തെ ನೆರವೇರಿಸುವುದಕ್ಕೆ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ ಪರಲೋಕದಲ್ಲಿ ಇರುವ ആരെ ತಂದೆಯ ഞാൻ ಚಿತ್ತವನ್ನು അയക്കും? ಯಾರನ್ನೇ ನಾನು എന്റെ ಕಳಿಸುತ್ತೇನೆ? പിതാവായ ദൈവമേ, ನನ್ನ ತಂದೆಯಾದ നിന്റെ ದೇವರೇ, വേലയ്ക്ക് വേണ്ടി, ನಿನ್ನ ಸೇವೆಗಾಗಿ പുത്രന്റെ ഇഷ്ടത്തിന് വേണ്ടി, ಪುತ್ರನ ಹಿತಕ್ಕಾಗಿ യേശുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ಯೇಸುವಿನ ഞാൻ ಇಷ್ಟಕ್ಕಾಗಿ എന്നെ ഏൽപ്പിക്കുകയാണ്. ನಾನು ನನ್ನನ್ನು എന്റെ ಒಪ್ಪಿಸಿಕೊಡ್ತೇನೆ. ഇഷ്ടമൊന്നും വേണ്ട, ನನ್ನ ಚಿತ್ತವೇ നിന്റെ ഇഷ്ടമെന്നെ ಬೇಕಾಗಿಲ್ಲ. നിറവേറ്റണമേ ನಿನ್ನ ഇഷ്ടವನ್ನು ನಾನು എന്ന് ನೆರವೇರಿಸು പറയുവാൻ, ಎಂದು ಹೇಳುವುದಿಲ್ಲ. എന്ന് പറയുവാൻ ಎಂದು ഇന്ന് ಹೇಳುವುದಿಲ್ಲ. എത്ര പേർ തയ്യാറാണ്? ಇವತ್ತೆಷ್ಟು ಜನರು എന്റെ ready ഇഷ്ടമൊന്നും വേണ്ട, ನನ್ನ ಇಷ್ಟವೇನು നിന്റെ ಬೇಕಾಗಿಲ್ಲ. ഇഷ്ടമെന്നെ നിറവേറ്റേ. ನೆರವೇರಲಿ. ഉറവല ശബലകടക ജലകടയ പ്രവാദിയാൽ കടത്തെ സമ്പലകടക ജലാദര പ്രവാദിയാൽ കടത്തെ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു